ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ജോയിൻ ചെയ്യുമ്പോൾ അവര് ജോയിൻ ചെയ്യുന്ന രീതിയിലേക്ക് പോവാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. AI ആൻഡ് അജന്റിക് AI ഫോർ യുവർ ബിസിനസ് ഫ്ലോ എന്ന ഈ ഓൺലൈൻ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ സ്ക്രീനിന്റെ മറുവശത്തിരിക്കുന്ന എല്ലാവർക്കും ഇവിടെ വന്നതിലും ഇതിൽ അറ്റൻഡ് ചെയ്യാൻ സമയം മാറ്റിവെച്ചതിലും സന്തോഷം. പിന്നെ നിങ്ങളുടെ വാല്യുബിൾ ടൈം ആണെന്ന് അറിയാം, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ മുഹമ്മദ് മിഷാൽ, ഡാറ്റാക്സിന്റെ ടെക്നിക്കൽ പ്രൊജക്ട് മാനേജർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടുത്തെ മേജർ പ്രൊജക്ട്സ് ഒക്കെ കറന്റ് ഞാനാണ് ഹെഡ് ചെയ്യുന്നത്. പിന്നെ പ്രൊഫഷണലി പറയുകയാണെങ്കിൽ ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. അതായത് ഡെവോപ്സിലും ക്ലൗഡിലും പിന്നെ AI ഡ്രിവൺ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിലുമാണ് എൻ്റെ ഒരു എക്സ്പെർട്ടീസ് എന്നുള്ളത്. അപ്പോ ക്ലൗഡ് ആർക്കിടെക്ചറിലും ഓട്ടോമേറ്റഡ് പൈപ്പ് ലൈൻസിലും ഒക്കെ ഡെയിലി വർക്ക് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഈ ഒരു ഇവന്റ് ഹോസ്റ്റ് ചെയ്യാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. അതും ഇത്രത്തോളം ആൾക്കാരും ഇത്രയും നല്ലൊരു ഓഡിയൻസിന് മുമ്പിൽ ഹോസ്റ്റ് ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. അപ്പോ നമ്മുടെ ഈ ഇവന്റിന്റെ കോണ്ടെക്സ്റ്റിലേക്ക് കിടക്കാം. സോ എന്തുകൊണ്ട് നമ്മൾ ഇന്നിവിടെ AI ഫോർ യുവർ ബിസിനസ് എന്ന ടോപ്പിക്കിൽ ഒന്നിച്ചിരിക്കുന്നു എന്നതാണ്. എല്ലാവർക്കും അറിയുന്നത് പോലെ ഇന്നത്തെ ലോകത്ത് AI എന്ന് പറയുന്നത് വെറും ഒരു ഫ്യൂച്ചർ കോൺസെപ്റ്റോ ട്രെൻഡോ അല്ല. ബിസിനസ് അത് എത്ര ഫാസ്റ്റായി എത്ര സ്മാർട്ടായി അഡോപ്റ്റ് ചെയ്യുന്നു എന്നതിലാണ് സക്സസ് ഇരിക്കുന്നത്. അപ്പോ നിങ്ങളുടെ ബിസിനസ് ഓപ്പറേഷൻ ഒപ്റ്റിമൈസ് ചെയ്യാനും പിന്നെ ഡെയിലി വർക്ക് ഫ്ലോ സ്കെയിൽ ചെയ്യാനും മാർക്കറ്റിൽ എപ്പോഴും കോമ്പറ്റീറ്ററിനേക്കാൾ അഹെഡായി നിൽക്കാനും ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഉപകാരപ്പെടുന്ന ഒരു പ്രാക്ടിക്കൽ ഇൻസൈറ്റ്സോട് കൂടിയിട്ടുള്ള ഒരു സെഷനാണ് നമ്മൾ ഇന്നിവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോ ഇനി ഞാൻ നമ്മുടെ സ്പീക്കറിലേക്ക് കിടക്കാം. ഇന്ന് ഈ ടോപ്പിക്ക് നമ്മളോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് AI റെവല്യൂഷനിൽ വെറും ഒരു വാച്ചറായിട്ട് മാത്രമല്ലാതെ ആക്റ്റീവ്ലി റിസർച്ച് ചെയ്യുകയും റിയൽ വേൾഡ് ആപ്ലിക്കേഷനുകൾ ബിൽഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇന്ത്യയിലും ഇന്റർനാഷണൽ ലെവലിലുമായി AI വിഷയങ്ങളിൽ നിരവധി പവർ പാക്ട് സെഷൻസ് നയിച്ച വെൽ നോൺ സ്പീക്കർ കൂടിയാണ്. ഡാറ്റാക്സിന്റെ കോ ഫൗണ്ടർ, ഡയറക്ടർ ആൻഡ് ഇവന്റെക്സിന്റെ ഫൗണ്ടർ ആൻഡ് CEO ആയ അംജദ്. അപ്പോ ടെക്നിക്കൽ നോളജും ബിസിനസ് എക്സിക്യൂഷനും ഒരുപോലെ കമ്പൈൻ ചെയ്ത് കാര്യങ്ങൾ എളുപ്പത്തിൽ പറഞ്ഞു തരാൻ അംജദ് ഖാ വളരെ ഒരു സൂട്ടബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി അംജദ് ഖാന്റെ സെഷനിലേക്ക് കിടക്കാം. സെഷനിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് എന്തെങ്കിലും സംശയങ്ങളോ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ നോട്ട് ചെയ്യണോ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് Q&A സെഷൻ നമ്മൾ ലാസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ ചാറ്റ് ബോക്സിൽ മാക്സിമം നിങ്ങളുടെ ഡൗട്ട്സോ ഇനി എന്തെങ്കിലും സംശയങ്ങളോ എന്താണെങ്കിലും അതിൽ ജസ്റ്റ് ഒന്ന് അറിയിക്കുക. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഒരു Q&A സെഷൻ വെച്ച് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോ അംജദ് ഖാ സ്റ്റാർട്ട് ചെയ്യാലോ? Okay, thank you, Michelle. Just a second. Okay. First of all, good afternoon all. എല്ലാവർക്കും എന്താ പറയാ, നമ്മളിപ്പോ നേരത്തെ മിഷാൽ സൂചിപ്പിച്ചതുപോലെ നമ്മൾ പുതിയൊരു പല നിലക്ക് ബിസിനസ് ലാൻഡ്സ്കേപ്പുകളൊക്കെ മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പൊതുവെ നേരത്തെ മിഷാൽ പറഞ്ഞ പോലെ ഞാൻ പലപ്പോഴും ഈ AI റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കാൻ പോകലുണ്ട്. പല ടൈപ്പ് രീതിയിലുള്ള ഓഡിയൻസിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പലപ്പോഴും ടെക്നിക്കൽ റിലേറ്റ് ചെയ്തിട്ടും AI റിലേറ്റ് ചെയ്തിട്ടൊക്കെ തന്നെ പലപ്പോഴും നമ്മൾ ചില ക്ലാസ്സുകൾ അവതരിപ്പിക്കലുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ ക്ലാസ് എടുക്കുന്നതിൻ്റെ വെച്ചാൽ ഒരു ക്ലാസ്സിൽ ഉപയോഗിച്ച PPTകൾ പലപ്പോഴും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഉപയോഗിക്കാൻ കഴിയാറില്ല. അത്രയധികം വേഗതയിലാണ് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. നേരെ നമുക്ക് പ്രസന്റേഷനിലേക്കും സെഷനിലേക്കും കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കാര്യമായി ഡിസ്കസ് ചെയ്യുന്നത് AI ആൻഡ് AI ഏജന്റ്സ് ഫോർ ബിസിനസ് വർക്ക് ഫ്ലോ എന്നൊരു തലക്കെട്ടിലാണ്. കുറച്ചുകൂടി ഒരു ഏജന്റിക് AI എന്ന് പറയുന്ന ഒരു തലത്തിൽ നിന്നുകൊണ്ടുള്ള ചില ഡിസ്കഷൻസുകളും ചില കാര്യങ്ങളും ചില പഠനങ്ങളുമാണ് നമ്മൾ ഈ ഒരു സെഷനിലൂടെ, ഒരു 1 hour സെഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് ഒരു ഇൻട്രോ എന്ന നിലയ്ക്ക് നിങ്ങളോട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു AI എന്താണ്, ചാറ്റ് GPT എങ്ങനെയാണ് ഉപയോഗിക്കുക, ക്ലൗഡ് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരു സെഷൻ ആയിരിക്കില്ല. മേ ബി അത്രയും ബിഗിനേഴ്സ് ആയ ആളുകൾ ചിലപ്പോൾ മേ ബി അത്ര അവർക്ക് യൂസ്ഫുൾ ആവുമോ എന്ന് എനിക്കറിയില്ല. കാരണം
കുറച്ച് വളരെ ബേസിക് ആയിട്ട് AI യൂസ് ചെയ്യാനോ എപ്പോഴെങ്കിലൊക്കെ ChatGPT ക്ലോഡോ അല്ലെങ്കിൽ ജെമിനയോ ഒക്കെ ഉപയോഗിച്ച ആളുകൾക്ക്, പ്രത്യേകിച്ച് ബിസിനസ് ഫൗണ്ടേഴ്സ് ആയിട്ടുള്ള ഓൺടർപ്രണേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അറിയേണ്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നത് മാത്രമാണ് ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഡാറ്റ ഹബ്സ് എന്തിനാണ് ഈ സെഷൻ വെച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളൊരു പർട്ടിക്കുലർ ജംഗ്ഷനിലാണ് ഉള്ളത്, ഒരു പർട്ടിക്കുലർ മൊമെന്റിലാണുള്ളത്. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മൾ മുമ്പ് പ്രത്യേകിച്ച് ബിസിനസ് ഓണേഴ്സിനൊക്കെ ഒരു പർട്ടിക്കുലർ മൊമെന്റ് കുറച്ച് മുമ്പ് ഉണ്ടായെന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു വേവ് വന്ന സമയത്താണ്. കാരണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്ന് മനസ്സിലാക്കാതെ ബിസിനസ് രംഗത്തേക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സന്ദർഭമൊക്കെ നമുക്ക് ഇടക്കാലത്ത് ഉണ്ടായതും നമ്മളൊക്കെ തന്നെയും അതിൽ അപ്സ്കിൽ ചെയ്തതും, എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗും എന്താണ് ഫേസ്ബുക്ക് ആഡ്സ് ഒക്കെ നമ്മൾ പഠിച്ചത് നമുക്ക് നമ്മുടെ പല രീതിയിലുള്ള ഓണ്ടർപ്രണർ ജേർണിയിൽ നമ്മൾ പഠിച്ചതായിരിക്കും എന്ന് പറയാം. അതുപോലത്തെ ഒരു ജംഗ്ഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. ജംഗ്ഷൻ എന്ന് പറയാൻ കഴിയില്ല, അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു റൂട്ടിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഡെയിലി അത്രയധികം അപ്ഡേറ്റ്സുകളും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഡെഫിനറ്റ്ലി ഓണ്ടർപ്രണേഴ്സ് എന്ന നിലക്ക്, ഫൗണ്ടേഴ്സ് എന്ന നിലക്ക്, ഒരു ബിസിനസ്സിനെ റൺ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിനെ നയിക്കുന്ന ആളുകൾ എന്ന നിലക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, എന്താണ് കറന്റ്ലി ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റം, എന്തൊക്കെയാണ് എന്റെ ബിസിനസ്സിനെയും ഞാൻ ബിസിനസ് ചെയ്യുന്ന ഒരു ഓഡിയൻസിന്റെ ഇടയിലും എന്തൊക്കെ തരം ഡൈനാമിക്സുകളാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത് എന്നുള്ളത് അറിയൽ വളരെ പ്രധാനമാണ്. അതില്ലാതെ മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായിരിക്കും. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഡെഫിനറ്റ്ലി AI ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇന്ന് ഒരു ഹ്യൂജ് ഗ്യാപ്പാണ്. പണ്ട് നമ്മൾ ഈ ഡിജിറ്റൽ ഡിവൈഡ് എന്നൊക്കെ നമ്മൾ സാധാരണ പറയലുണ്ട്. അതായത് ടെക്നോളജിക്ക് ആക്സസ് ഉള്ളവനും ടെക്നോളജിക്ക് ആക്സസ് ഇല്ലാത്തവനും തമ്മിലുള്ള ഒരു ഗ്യാപ്പിനെ കുറിച്ചാണ് പൊതുവെ നമ്മൾ ഡിജിറ്റൽ ഡിവൈഡുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ സംസാരിക്കല്. അപ്പോൾ അന്ന് ഗ്യാപ്പ് എന്ന് പറയുന്നതിന് ഉണ്ടായിരുന്നതിന്റെ ഒക്കെ ഒരു ഡബിളും ത്രിബിളും ഒക്കെ ആയിട്ടുള്ള ഒരു 3x 4x എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു ഹ്യൂജ് ടെക്നോളജി ഗ്യാപ്പ് ഇന്ന് നമുക്ക് വരുന്നു. അപ്പം ഡെഫിനറ്റ്ലി ഇത്തരം സംഗതികളിലേക്കുള്ള ഒരു അഡ്വാൻറ്റേജ് ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറെ അധികം ഓപ്പർച്യൂണിറ്റി മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ നേരെ സെഷനിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, നമുക്ക് അറിയാവുന്ന AI എന്താണ്? ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നിങ്ങളൊരു ChatGPT ക്ലോഡൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ എന്ന നിലക്ക് നിങ്ങൾക്ക് ഇതിലൊരു ബേസിക് സാധനം ഉണ്ടെന്നുള്ള ഒരു അസംഷനിലാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ പൊതുവെ നമ്മൾ AI ടൂൾസിനെ നമ്മൾ മനസ്സിലാക്കുന്ന വെച്ചാൽ യൂഷ്വലി ChatGPT ആണ് അത്തരം ഒരു റവല്യൂഷന് കൊണ്ടുവരുന്നത്. ആക്ച്വലി ഒരു ചാറ്റ് ഇന്റർഫേസിലൂടെ ഒരു AI-നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ചാറ്റ് ആയിരിക്കും. നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ ചോദിക്കുന്നു ആരാണ്, അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് ഫോട്ടോസിന്തസിസ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താണ് ക്ലൈമറ്റ് ചേഞ്ച്, അല്ലെങ്കിൽ ഒരു കവിത എഴുതി തരാമോ എന്ന് നമ്മൾ AI-നോട് ഒരു ചാറ്റിലൂടെ ചോദിക്കുന്നു. AI നമുക്ക് ചാറ്റിലൂടെ റിപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഇതാണ് നമ്മൾ പൊതുവെ ഒരു ചാറ്റ് ബോട്ട് എന്ന നിലക്കാണ്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് ഇൻഫർമേഷൻ വേണം, നമ്മൾ ചാറ്റ് ബോട്ടിലൂടെ ഒരു കാര്യം ചോദിക്കുന്നു, ഉത്തരം തരുന്നു. അപ്പൊ നമുക്ക് അറിയുന്ന AI എന്ന് പറയുന്നത് ഇപ്പോൾ എന്നല്ല, നമുക്ക് തോന്നുന്നത് AI ഉപയോഗിക്കാൻ അറിയുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അറിയുന്ന AI എന്ന് പറയുന്നത് അത് ചാറ്റ് ബോട്ടുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചാറ്റിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു AI മാത്രമാണ്. പക്ഷെ AI എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു 1-2 വർഷത്തിനിടയിൽ AI ഫീൽഡിൽ ഉണ്ടായ ഒരു വലിയ വിപ്ലവകരമായ മാറ്റം എന്താ വെച്ച് കഴിഞ്ഞാൽ, AI എന്ന് പറയുന്നത് ചാറ്റിംഗ് എന്നതിൽ നിന്ന് കുറച്ചുകൂടിയും ഡെലിഗേറ്റിംഗ് എന്ന് പറയുന്ന ഒരു പാറ്റേണിലേക്ക് ഇന്നത്തെ AI ടൂൾസുകളും AI സോഫ്റ്റ്വെയർസുകളും അല്ലെങ്കിൽ AI ലാർജ് ലാംഗ്വേജ് മോഡൽസ് എന്ന് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത ChatGPT ആവട്ടെ, ക്ലോഡ് ആവട്ടെ, ജെമിനി ആവട്ടെ, അതിന്റെ ഒക്കെ തരം വ്യത്യസ്ത LLM മോഡലുകൾ നമ്മൾ പറയില്ല. GPT ഇപ്പൊ നമുക്കറിയാം ChatGPT-യുടെ 5.6 എന്ന് പറയുന്ന മോഡലാണ് ഇപ്പോൾ ChatGPT-യുടെ മോഡലായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. നമ്മൾ വിളിക്കുന്നതാണ് ലാർജ് ലാംഗ്വേജ് മോഡൽ. അല്ലെങ്കിൽ ഇപ്പൊ ജെമിനയുടെ ഇപ്പൊ ഇന്നലെ ഇറങ്ങിയ മോഡലാണ് അവരുടെ 3.6 ഫ്ലാഷ് എന്ന് പറയുന്ന മോഡൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്ലൗഡ് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്, അവരുടെ ലാർജ് ലാംഗ്വേജ് മോഡലാണ് നമുക്ക് ചിലർക്കൊക്കെ അറിയാവുന്നത് പോലെ അവരുടെ ഫാബിൾ എന്ന് പറയുന്ന ഒരു മോഡൽ ഉണ്ട്, ഓപ്പസ് എന്ന് പറയുന്ന മോഡൽ ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് നെയിമിൽ ഓരോ കമ്പനികൾ അവരുടെ ലാർജ് ലാംഗ്വേജ് AI മോഡലുകൾ അവർ ഇറക്കുകയും മറ്റും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം AI മോഡലുകൾ ഇന്ന് ചാറ്റിംഗ് എന്ന് പറയുന്ന ഒരു ചാറ്റിലൂടെ ഒരു സാധനം ചോദിക്കുന്നു, ഉത്തരം തരും. നമ്മൾ ചോദിക്കുന്നതിന് ഉത്തരം തരിക എന്നതിൽ നിന്ന് മാറി കുറച്ചുകൂടി ഡെലിഗേറ്റ് ചെയ്യുക. എന്താണ് ഡെലിഗേറ്റ് ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, AI പലതരം ആക്ഷൻസുകൾ റൺ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കലണ്ടർ വായിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഒരു ബിസിനസ്, നമുക്കറിയാം നമ്മൾ ബിസിനസ് ചെയ്യുന്ന ഓണ്ടർപ്രണേഴ്സ് ആകുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് തിരക്ക് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ നമ്മളിൽ അലിഞ്ഞു നിൽക്കുന്ന ഒരു സാധനമായിരിക്കും. അപ്പോഴും നമുക്ക് പല രീതിയിലുള്ള കാര്യങ്ങൾ, ക്ലയന്റ് കോൾസ് ഉണ്ടാവും, ചിലപ്പോൾ പാർട്ട്ണർഷിപ്പ് ടോക്സ് ഉണ്ടാവും, പല രീതിയിലുള്ള ഇവന്റ്സുകൾ പങ്കെടുക്കാനുണ്ടാവും, ഈവൻ ടീം മീറ്റിംഗ്സ് ഉണ്ടാവും. അപ്പൊ നമ്മുടെ കലണ്ടർ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ കലണ്ടറിനനുസരിച്ച് നമ്മളുടെ കാര്യങ്ങൾ ഇതാക്കുക, നമ്മുടെ ഇമെയിൽ റീഡ് ചെയ്യുക, ഇങ്ങനെ പല കാര്യങ്ങളുണ്ടാവില്ല. അതായത് ഒരു ആക്ഷൻ ലെവലിൽ
കുറച്ചും കൂടി ഒരു ഡെലിഗേറ്റ് പാറ്റേണിലേക്ക് നമ്മുടെ ഒരു അസിസ്റ്റന്റ് ആയി മാറുന്ന പാറ്റേണിലേക്ക് ഇന്ന് AI ടൂൾസുകൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ശരിക്ക് ഞാൻ കുറച്ചും കൂടി നമ്മളൊരു ബേർഡ്സ് വ്യൂവിൽ നമ്മൾ കുറച്ചും കൂടി ഒരു ഒക്കെ മാറ്റി വെച്ച് നേരത്തെ നമ്മൾ പറഞ്ഞ AI ഏജന്റ് ഒക്കെ മാറ്റി വെച്ചിട്ട് വളരെ ബേസിക്കിൽ നിന്ന് ആലോചിച്ച് നോക്കണം. ശരിക്കും AI എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും നമ്മൾ AI എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പോലെ ആവുമോ, മനുഷ്യനാണോ, മനുഷ്യനേക്കാൾ ഭയങ്കര ആവുമോ എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. പക്ഷെ ശരിക്കും AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ അതൊരു കമ്പ്യൂട്ടർ ആയാലും മെഷീനാണ്. അത് മെഷീന് പല ഡിഫറെന്റ് നോളജ് ഉള്ള ഒരു മെഷീനാണ്. ഇപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾ ഇന്റർനെറ്റിലെ വിവരങ്ങളൊക്കെ ഉള്ള ഒരു AI കമ്പ്യൂട്ടർ ആണ്. അത് ആക്ച്വലി ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് വേർഡ് പ്രിഡിക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് AI ചെയ്യുന്നത്. ഞാൻ ടെക്നിക്കൽ നോളജിലേക്ക് പോകുന്നില്ല. ആക്ച്വലി അവിടെ സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രഡിക്ഷൻ. ഇപ്പൊ ഞാൻ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഐ ആം എന്നുള്ളത് അതിന്റെ ഒരു അടുത്തൊരു വേർഡ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരു വേർഡാണ്, അല്ലെങ്കിൽ ഐ വെന്റ് എന്നുള്ളത് അടുത്തൊരു വേർഡ് ആയിരിക്കും. അപ്പൊ ഇതിന്റെ പ്രഡിക്ഷൻ വെച്ചുകൊണ്ട് നെക്സ്റ്റ് വേർഡ് പ്രഡിക്റ്റ് ചെയ്ത് അങ്ങനെ പ്രഡിക്ഷനിലൂടെ സാധനം തരുന്ന സംഗതിയാണ് AI എന്ന് പറയുന്നത്. അപ്പോൾ സത്യത്തിൽ AI എന്ന് പറയുന്ന ഒരു സംഗതി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ആക്ച്വലി ഇറ്റ്സ് എ മെഷീൻ ദാറ്റ് പ്രഡിക്ട്സ് നെക്സ്റ്റ് വേർഡ് എന്നത് മാത്രമാണ്. രണ്ടാമത്തെ ഒരു സാധനം അതിന് ഇന്ന് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും വിവരമില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അതായത് AI-നോട് ഇപ്പൊ നിങ്ങൾ ചോദിക്കുകയാണ്, ഞാൻ പറഞ്ഞത് വളരെ ബേസിക് AI-നോട് ചോദിക്കുകയാണ് ഇന്നത്തെ ഇന്ന് ഏതാ ഡേറ്റ് എന്ന് ചോദിച്ചാൽ ഡേറ്റ് പോലും പറയാൻ ആക്ച്വലി ഒരു AI-ക്ക് ആക്ച്വലി കഴിയില്ല. വളരെ ബേസിക് AI LLM-കൾക്ക് കഴിയില്ല. അപ്പോ അല്ലെങ്കിൽ അതിന് ഒരു ട്രെയിനിങ് ഡാറ്റ ഉണ്ടാവും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ ഏത് AI എടുത്തു നോക്കിയാലും അത് ട്രെയിൻ ചെയ്ത ഡാറ്റ എന്താന്നുള്ളത് അതത് കമ്പനികൾ പറയും. ഇപ്പോൾ ജനുവരി 2026 വരെയാണ് ഇതിന്റെ നോളജ് എന്ന് പറയും. അപ്പൊ അതിന് അതുവരെയുള്ള ഡാറ്റ മാത്രമേ അതിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പൊ അതിന്റെ എപ്പോഴും എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫ്രോസൺ ആയിരിക്കും. അതിന് അറിയുന്ന വിവരം അതിന്റെ ട്രെയിനിങ് ഡാറ്റ വരെ ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് എന്റെ ഇവന്റ് ഹെക്സ് എന്താണ്, ഡാറ്റ ഹെക്സ് എന്താണെന്ന് ചിലപ്പോൾ AI-ക്ക്, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെ കമ്പനി ചോദിച്ചാൽ കമ്പനി ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും AI-ക്ക് അറിയില്ല. AI-ക്ക് അതിന് പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ അതിന് ഒരു മെമ്മറി ഉണ്ടോ ചോദിച്ചാൽ മെമ്മറി ഇല്ല. ഇപ്പൊ ഞാൻ കുറെ കാര്യങ്ങൾ ചോദിച്ചിട്ട് പിന്നെ ഞാൻ ബേസിക് AI-നെ കുറിച്ചാട്ടോ പറയുന്നത്. ഇപ്പൊ നിൽക്കുന്ന AI ടൂളുകളെ കുറിച്ച് പോലല്ല, വളരെ ബേസിക് AI-നെ കുറിച്ചാണ്. മെമ്മറി ഇല്ല, അല്ലെങ്കിൽ അതിന് വേറെ നിലക്ക് ഒരു കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സാധനങ്ങളില്ല. പലപ്പോഴും എന്താ വെച്ച് കഴിഞ്ഞാൽ ഓവർ കോൺഫിഡന്റ് ആയിട്ട് ചില തെറ്റുത്തരങ്ങൾ സാധാരണ പറയലുണ്ട്. അതായത് നമ്മൾ ഒരു കാര്യം ചോദിക്കും, കയ്യിൽ നിന്നിട്ട് പറയാൻ നമ്മൾ സാധാരണ പറയും. നമുക്ക് അതിനെ അറിയാത്ത കാര്യങ്ങൾ മീൻസ് അതിന് ചിലപ്പോൾ വളരെ തെറ്റായ കാര്യങ്ങൾ വളരെ ശരിയായി തന്നെ ഈവൻ റിസർച്ച് പേപ്പർ വരെ ഉദ്ധരിച്ചിട്ട് ഇന്ന ആൾ പറഞ്ഞതുപോലെ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ തെറ്റായ ഉത്തരങ്ങൾ പോലും പറഞ്ഞു തരാണ്. അപ്പോൾ നമ്മൾ അതിനെ പല രീതിയിൽ ഹലുസിനേഷൻ എന്നൊക്കെ വാക്കുകളിലൂടെ നമ്മൾ പറയലുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു ഗ്ലാസ് ഒരു അടച്ചിട്ടൊരു ഗ്ലാസ് മുറി ഉണ്ടെന്ന് വിചാരിക്കാം നിങ്ങൾ. അപ്പൊ ആ ഗ്ലാസ് മുറിന്റെ ഉള്ളിൽ ഒരു ഭയങ്കര വിവരമുള്ള നല്ലൊരു കൺസൾട്ടന്റ്, ഒരു ബിസിനസ് കൺസൾട്ടന്റിനെ നിങ്ങൾ കൊടുത്തിട്ട് ഒരു 10 കൊല്ലം കൊടുത്തിട്ടെന്ന് വിചാരിക്കും. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം ആ 10 കൊല്ലത്തിന് മുമ്പുള്ള എല്ലാ വിവരം ഉണ്ടാവും. ഓക്കെ, അത് കാരണം അയാൾ നല്ല ബ്രില്യൻ കൺസൾട്ടന്റ്. പക്ഷെ ഈ 10 വർഷം നടന്ന കാര്യങ്ങൾ എന്താണെന്നുള്ള അയാൾക്ക് അറിയില്ല, ആക്ഷൻ അറിയില്ല, അങ്ങനത്തെ ചെയ്യാൻ പറ്റില്ല, ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല, ചെറിയ കാര്യങ്ങൾ പറയാൻ പറ്റും. ഈ ഒരു പാറ്റേണിലാണ് ശരിക്കും പറഞ്ഞാലുള്ള AI ടൂൾസുകൾ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് കുറച്ചും കൂടിയും ഏജൻസ് എന്ന് പറയുന്ന ഒരു സാധനം വരുന്നത്. ഞാൻ പറയാം. അപ്പോൾ ചാറ്റ് ബോട്ടും AI ഏജന്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നേരത്തെ ഞാൻ പറഞ്ഞു, AI ചാറ്റ് ബോട്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചോദ്യം ചോദിക്കുന്നു, അത് ഉത്തരം പറഞ്ഞു തരുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനനുസരിച്ച് ആക്ട് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ എനിക്കൊരു ഇമെയിൽ വേണം എന്ന് നമ്മൾ പറയണം. അപ്പോൾ ഒരു ഇമെയിൽ ഇങ്ങനെയാണ് എനിക്ക് ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ചാറ്റ് GPT നിങ്ങൾക്ക് ഒരു ഇമെയിൽ എഴുതി തരും. നമ്മളത് ഇമെയിൽ കോപ്പി ചെയ്യുന്നു, നമ്മൾ നമ്മുടെ Gmail തുറക്കുന്നു, നമ്മൾ പേസ്റ്റ് ചെയ്തു അയക്കുന്നു. ഇതാണ് ആക്ച്വലി നിലവിലുള്ള ഒരു കൺവെൻഷനലി ഏജന്റിക് അപ്രോച്ച് അല്ലാത്തൊരു പാറ്റേൺ എന്ന് പറയുന്നത് ചാറ്റ് ബോട്ട് സിസ്റ്റം. ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നു, ഏജന്റിനോട് പറയാണ് എന്റെ ഇൻബോക്സിൽ ഇപ്പൊ മിഷാൽ എനിക്കൊരു മെയിൽ അയച്ചിട്ടുണ്ട്, ആ മെയിലിൽ എനിക്കൊരു റിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യും, ഈ ഏജന്റ് ആദ്യം പോയി എന്റെ മെയിൽ വായിക്കും. ആ മെയിൽ വായിച്ചതിന് ശേഷം മെയിൽ എന്താണെന്ന് മനസ്സിലാക്കും, എന്നിട്ട് അതിന്റെ ഒരു റിപ്ലൈ ഡ്രാഫ്റ്റ് ചെയ്യും. എന്നിട്ട് എന്റെ Gmail ഉപയോഗിച്ച് തന്നെ ഇമെയിൽ സെൻഡ് ഓട്ടോമാറ്റിക്കലി ഇമെയിൽ സെൻഡും ചെയ്യും. എന്നിട്ട് സെൻഡ് ചെയ്തിട്ട് എന്റെ അടുത്ത് വന്നിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു, ഞാനിങ്ങനെ ഇന്ന സാധനം അയച്ചിട്ടുണ്ട്, ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റെഡ് ഓഫ് ഗിവിംഗ് യു സം ആൻസർ, ഇറ്റ്സ് ആക്ച്വലി പ്ലാനിങ്, ആക്ടിങ് ആൻഡ് ഗിവിംഗ് യു എന്താണ്, നമുക്കത് കംപ്ലീറ്റ്ലി ചെക്ക് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ട് റിപ്പോർട്ട് നമുക്ക് മുന്നിലേക്ക് തരുന്നു എന്നുള്ളതാണ് ഏജൻസിനുള്ള ഡിഫറൻസ്. അപ്പോ ചാറ്റ് ബോട്ടും ഏജന്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ആക്ച്വലി അത് എന്ന് പറയുന്നത്, ഒരു AI ചാറ്റ് ബോട്ടിന് നമ്മളൊരു ബ്രെയിൻ കൊടുക്കുന്നു, ചില ടൂൾസുകൾ കൊടുക്കുന്നു, ചില ഗോളുകൾ ഉണ്ടാക്കുന്നു, ചില ലൂപ്പുകൾ കൊടുക്കുന്നു. ഞാൻ ഓരോന്നും നമുക്ക് അതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് മുന്നോട്ട് പോവാം, എന്നിട്ട് നമുക്ക് അതിലേക്ക് എത്താം.
അപ്പോൾ എന്താണ് ടൂൾസ് എന്നുള്ളത് പറയാം. ഞാൻ ഇത് എന്തിനാണ് ഇങ്ങനെ അതിന്റെ ഒരു ബേസിക് മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കൺസെപ്റ്റ് മനസ്സിലാവലാണ് ഒരു ഓണ്ടർപ്രണർ. ഞാനിത് ഒട്ടും ടെക്നിക്കലായിട്ട് അല്ല കേട്ടോ നമ്മൾ ക്ലാസ് എടുക്കുന്നത്, ഒട്ടും ടെക്നിക്കൽ അല്ല, വളരെ നോൺ ടെക്നിക്കൽ ആയിട്ട്. കാരണം ടെക്നിക്കലി പറയാൻ വേറെ കുറെ കാര്യങ്ങൾ നമുക്ക് പറയണ്ടോ, നമ്മൾ ടെക്നിക്കൽ പെർസ്പെക്റ്റീവിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് ആക്ച്വലി നമ്മൾ പറയുന്നത്. പക്ഷേ ഈ സാധനം നിങ്ങൾ മനസ്സിലാക്കൽ പ്രധാനമാണ്, നിങ്ങളുടെ ബിസിനസ്സിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മനസ്സിലാവൽ പ്രധാനമാണ്. അപ്പൊ എന്താണ് ടൂൾസ് എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. എന്താണ് ടൂൾസ്? ഇപ്പൊ എ ഐക്ക് ചില ടൂൾസ്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു എ ഐനെ സംബന്ധിച്ചിടത്തോളം എ ഐക്ക് എന്തില്ല, ഒരു എ ഐ ടൂൾസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫോർ എക്സാമ്പിൾ ചാറ്റ് ജി പി ടി സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ അതിന് അറിയില്ല. കാരണം അതിന് ജനുവരി 2026 വരെയുള്ള ഡാറ്റയാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം അതിനൊരു അത്തരം ഡാറ്റ അതിന്റെ കയ്യിലില്ല. അപ്പൊ നമ്മൾ ചെയ്യണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു എ ഐ ചാറ്റ് ബോട്ടിനെ എടുത്തിട്ട് നമ്മൾ ഒരു അഡീഷണൽ ടൂൾ കൊടുക്കുകയാണ്. ആ ടൂളിന്റെ പേര് എന്താണെന്ന് വെച്ചാൽ, ഒരു ഉദാഹരണം കേട്ടോ, ഒരു എക്സാമ്പിൾ ടൂൾ എന്ന് പറയുന്നത് അതിന് വെബ് സെർച്ച് ചെയ്യാനുള്ള ഒരു ടൂൾ കൊടുക്കുക. എന്ന് വെച്ചാൽ ഒന്നുമില്ല, വെബ്സൈറ്റിൽ പോവുക, സെർച്ച് ചെയ്യാൻ പറ്റുക, എന്നിട്ട് കണ്ടുപിടിക്കുക. അപ്പൊ അതൊരു ടൂളാണ്. അപ്പൊ എന്താ വെച്ചാൽ ഞാൻ ഇന്നത്തെ വാർത്ത എന്താണ്, ഇന്നത്തെ ന്യൂസ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ആക്ച്വലി എ എന്ത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കയ്യിൽ ഡാറ്റ ഇല്ലെന്ന് എനിക്ക് അറിയാം. അപ്പൊ എ എന്ത് ചെയ്യും, അതിന് കയ്യിൽ കിട്ടിയ ഈ ടൂൾ വെച്ചിട്ട് ആക്ച്വലി ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് ഇന്നത്തെ വാർത്തകൾ വരുന്ന 2-3 പത്രങ്ങളിലെ അല്ലെങ്കിൽ വെബ് മാഗസിനുകളിലെ വാർത്തകൾ പരിശോധിച്ച് ആ ഡാറ്റ എടുത്ത് ആ ഡാറ്റനെ സമ്മറൈസ് ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് തരും. അപ്പോ എ ഐയുടെ ഈ ലിമിറ്റേഷൻസിനെ മറികടക്കാൻ കഴിയുന്ന സംഗതികളാണ് ആക്ച്വലി ടൂൾസ് എന്ന് പറയുന്നത്. അതിപ്പോ വെബ്സൈറ്റ്, ഇപ്പൊ അതിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റുകൾ കാണാൻ കഴിയുന്ന ഒരു സാധനം, അല്ലെങ്കിൽ ഇൻബോക്സും മറ്റൊക്കെ റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂള്, അല്ലെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ ഷീറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂള്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളോട് സംസാരിക്കാൻ പറ്റുന്ന ഒരു, ആക്ച്വലി ഏക്കും സംസാരിക്കാൻ കഴിയില്ല, അതൊരു അഡീഷണൽ ടൂൾ വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ അഡീഷണൽ ഫിറ്റിംഗ് എന്ന് പറയില്ലേ, അഡീഷണൽ ടൂൾ വെച്ച് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടി ആക്ഷൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്യാനുള്ള, ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാൻ, ടാസ്ക് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ ഇവന്റെക്സിലൊക്കെ നമ്മളിപ്പോ ഇവന്റ് ഒക്കെ ചെയ്ത പോലെ എ വെച്ചിട്ട് തന്നെ ഇവന്റ്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എംപ്ലോയിനെ നമ്മൾ ഓൺബോർഡ് ചെയ്യുന്ന പോലെ, ഒരു സാധാരണ എംപ്ലോയിക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഒന്നും അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അയാൾക്ക് പല ടൈപ്പ് ലാപ്ടോപ്പ് കൊടുക്കും, ഇമെയിൽ ലോഗിൻസ് കൊടുക്കും, CRM ആക്സസുകളൊക്കെ കൊടുക്കും. എന്നിട്ട് ആ സാധനങ്ങളൊക്കെ വെച്ച് ചെയ്യുമ്പോഴാണ് ആക്ച്വലി ആ എംപ്ലോയി ആക്ച്വലി നിങ്ങളുടെ ഒരു കമ്പനിക്ക് ഒരു മുതൽക്കൂട്ടാവുന്നത് എന്നതുപോലെ. ഓക്കെ, അപ്പോ ഇനി ഒരു ടെക്നിക്കൽ വേർഡ് നിങ്ങൾ മനസ്സിലാക്കുക, എന്താന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ പേരാണ് MCP എന്ന് പറയുന്നത്. ഓക്കെ, MCP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് അതിന്റെ മോഡൽ കോണ്ടെക്സ്റ്റ് പ്രോട്ടോകോൾ എന്നാണ് അതിന്റെ ഫുൾ ഫോം. നിങ്ങൾ അത് പഠിക്കണം എന്ന് ഒരു നിർബന്ധമില്ല, പക്ഷെ MCP എന്താന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. MCP കാരണം ഇത് നമ്മുടെ മുന്നോട്ട് പോക്കിൽ വളരെ പ്രധാനമാണ്. ഓക്കെ, നമ്മൾ ഇതിന്റെ പ്രാക്ടിക്കൽ ഇതിലേക്ക് നമ്മൾ എത്തുട്ടോ, നിങ്ങൾ അതിന്റെ ഒരു ബേസ് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ എന്താണ് MCP എന്ന് പറയാം. അപ്പൊ MCP എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞു ഇവിടെ ടൂൾസ് എന്നുള്ളത്. അപ്പോ ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ചാറ്റ് GPT സംബന്ധിച്ചിടത്തോളം ചാറ്റ് GPT അകത്ത് എനിക്ക് ഒരു ടൂള് ബിൽഡ് ചെയ്യണം. ഇപ്പൊ ഞാൻ ഇവന്റെക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഇവന്റെക്സ് എന്ന് പറയുന്നത് ഒരു ഒരു ഇവന്റ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ആണ്. ആക്ച്വലി ഇപ്പോൾ ഓൺലൈൻ ഇവന്റ് ഇതൊക്കെ മറ്റ് ഇവന്റുകളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. അപ്പൊ നമുക്കറിയാം ഇവന്റ്സുകൾ ക്രിയേറ്റ് ചെയ്യണം, ഇതാക്കണം, അങ്ങനെ കുറെ പണികളുണ്ട്. ഈ പണി ആക്ച്വലി എനെ കൊണ്ട് ചെയ്യിപ്പിക്കണം എനിക്ക്. ഓക്കെ, എനെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ഒരു പ്രോഗ്രാം ഒക്കെ എഴുതിയിട്ട് കോഡൊക്കെ എഴുതിയിട്ട് ഇതങ്ങോട്ട് കൊടുത്താൽ AI ചെയ്യാൻ അറിയില്ല, അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രോട്ടോകോൾ ആണ്, ഒരു പാറ്റേൺ ആണ് MCP എന്ന് പറയുന്നത്. ഇത്ര മനസ്സിലാക്കിയാൽ മതി. പണ്ട് ഈ ചാർജർ ഒക്കെ വരുന്ന സമയത്ത് നമുക്കറിയാം ഈ മൊബൈൽ ചാർജർ ഓരോ കമ്പനിക്കും ഓരോ ചാർജറാണ്. അപ്പൊ എന്താ വെച്ചാൽ ഒരു ചാർജർ ഒരു ടൈപ്പ്, ഐഫോൺസിന് C ടൈപ്പ്, മറ്റേ ടൈപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല ടൈപ്പ് ചാർജറുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ മാറ്റി നമുക്കറിയാം ഒരു യൂണിഫൈഡ് ചാർജർ, അപ്പൊ എല്ലാവർക്കും ഒരേ ചാർജർ ഉപയോഗിക്കാം എന്ന് പറഞ്ഞതുപോലെ ആക്ച്വലി MCP എന്താ ചെയ്തത് വെച്ച് കഴിഞ്ഞാൽ ഈ AIക്ക് റീഡ് ചെയ്യാൻ പറ്റിയ, AIക്ക് ഉപയോഗിക്കാൻ പറ്റിയ ടൂളുകൾ ഉണ്ടാക്കാൻ ഉള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രോട്ടോകോൾ ആണ് ശരിക്കും MCP എന്ന് പറയുന്നത്. ശരിക്കും ഇത് ആന്ത്രോപിക്, ക്ലോഡ് എന്ന് പറയുന്ന കമ്പനിയാണ് ഇത് ഉണ്ടാക്കിയത്. പക്ഷെ പിന്നീട് അത് ഗൂഗിളും മൈക്രോസോഫ്റ്റും എല്ലാ കമ്പനികളും, ഒട്ടുമിക്ക കമ്പനികളും ആക്ച്വലി MCP അവരുടെ ഇതിലേക്ക് അഡോപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ അതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ AI സംബന്ധിച്ചിടത്തോളം, അപ്പൊ നോക്കുക നിങ്ങൾ, AI സംബന്ധിച്ചിടത്തോളം ജിമെയിലിന്റെ MCP ഉണ്ടെങ്കിൽ AIക്ക് ജിമെയിൽ റീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ജിമെയിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഗൂഗിൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജിമെയിലിന്റെ ഒരു MCP ഉണ്ടാക്കിയാൽ മതി. അപ്പൊ എന്താ വെച്ചാൽ നമ്മുടെ ഒരു USB-C ഒരു നമ്മൾ പറയില്ല ഈ SSD അല്ലെങ്കിൽ HDD ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യുന്ന പോലെ ഒന്ന് കണക്ട് ചെയ്താൽ മതി. നമ്മുടെ AI കണക്ട് ചെയ്താൽ ഈ AI സൂപ്പർ പവറുകൾ ആഡ് ചെയ്യുന്നത് പോലെ ജിമെയിലിൽ ഒരു സൂപ്പർ പവർ ആഡ് ചെയ്യാം. അല്ലെ ഇപ്പൊ വാട്സപ്പിന്റെ MCP ഉണ്ടെങ്കിൽ വാട്സപ്പിന്റെ ഒരു സൂപ്പർ പവർ ആഡ് ചെയ്യാം. അപ്പോൾ വാട്സപ്പിൽ ചാറ്റ് ചെയ്യാം, അതൊക്കെ AIക്ക് പറ്റും. ഇപ്പൊ നിങ്ങളുടെ CRM, ഇപ്പൊ ഇവന്റെക്സ്, ഇപ്പൊ ഡാറ്റാക്സിന്റെ ഡാറ്റാക്സ് ഒരു CRM നമ്മൾ
പൊതുവെ അവന്റെ ക്ലയൻസുകൾക്ക് കൊടുക്കലുണ്ട്. അപ്പൊ CRM-ലൊക്കെ നമ്മളത് MCPs-കൾ ഈ AI-ലേക്ക് കണക്ട് ചെയ്യലുണ്ട്. അപ്പൊ അതിന്റെ MCP-കൾ AI-ലേക്ക് കണക്ട് ചെയ്യലുണ്ട്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ CRM-ന്റെ MCP ഉണ്ടെങ്കിൽ ഈ AI-ക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആളുകളുടെ ലീഡ്സുകൾ കളക്ട് ചെയ്തിട്ട് CRM-ലേക്ക് ഓട്ടോമാറ്റിക്കലി ഇടാം. എന്നിട്ട് നിങ്ങൾ ഒരു കോള് മീറ്റിംഗ് ലിങ്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് എടുത്തിട്ട് എന്താണ് ഡെമോ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെമോ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും ആക്ച്വലി പറ്റും. ഇപ്പൊ MCP എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ AI മറ്റേ ചാറ്റ് GPT ഒക്കെ പോലെയുള്ള ക്ലോഡ് പോലെയുള്ള AI ഇതിലേക്ക് പല രീതിയിലുള്ള എന്താണ് സോഫ്റ്റ്വെയറുകൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോമൺ പ്രോട്ടോകോൾ ആണ് MCP എന്ന് പറയുന്നത്. MCP എന്താണെന്ന് മനസ്സിലാക്കണം കേട്ടോ, ജസ്റ്റ് അതിന്റെ പേരെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ. അപ്പോ ഈ MCP എന്ന് വിളിക്കാതെ ചില കമ്പനികൾ അതിനെ കണക്ടേഴ്സ് എന്ന് കൂടി പല രീതിയിൽ വിളിക്കലുണ്ട്. ഓക്കെ, സിമിലർ കൺസെപ്റ്റ് തന്നെയാണ്. അതിന്റെ MCP ചില കമ്പനികൾ MCP തന്നെ ഡയറക്ട്ലി വിളിക്കും, ചില കമ്പനികൾ അതിനെ കണക്ടേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, കമ്പനി മീൻസ് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ക്ലോഡിൽ പോയാൽ അതിൽ നിങ്ങൾക്ക് കണക്ടേഴ്സ് ആയിരിക്കും കാണാം, വേറെ പല പേരിലും ഓരോരുത്തരും വിളിക്കും. ആക്ച്വലി അത് MCP ആണ്. ഓക്കെ, അപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞ കണക്ടേഴ്സ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് സെയിം സാധനം തന്നെ. അപ്പോ ഈ AI ടൂളുകൾക്ക് പല രീതിയിലുള്ള കണക്ടേഴ്സ് ഉണ്ടാവും. ജിമെയിലിന്റെ കണക്ടർ, കലണ്ടറിന്റെ കണക്ടർ, ഡ്രൈവിന്റെ കണക്ടർ, നോഷന്റെ, അങ്ങനെ പല സാധനങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളുടെ കണക്ടേഴ്സുകൾ ഉണ്ടാവും. ഈ കണക്ടേഴ്സ് വെച്ചിട്ട് ചെയ്യാം. ഞാൻ അതിലേക്ക് ഒരു റിയൽ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾസിലേക്ക് ഞാൻ എത്താം. ഓക്കെ, അപ്പൊ ഞാൻ കണക്ടേഴ്സിന്റെ ഒരു റിയൽ എക്സാമ്പിൾസ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. നിങ്ങൾ എനിക്ക് അതിന് മുമ്പ് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന AI നിങ്ങളിപ്പോ ചാറ്റ് ബോട്ട് ആണല്ലോ പലരും ഉപയോഗിക്കുക. അപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന AI ഏതാണ് ശരിക്കും? ചാറ്റ് GPT ആണോ, ജെമിനി ആണോ, ക്ലോഡ് ആണോ, ഏതാണെന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ എനിക്ക് കുറച്ചും കൂടി അതിൽ നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് കൂടി ഉണ്ടാവും. നമുക്ക് ഏത് വെച്ച് സംസാരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും. എല്ലാവരും ഒന്ന് പറ്റുന്ന ആളുകളൊക്കെ ഒന്ന് കമന്റ് ചെയ്യും. ഓക്കെ, കോപൈലറ്റ് എന്ന് പറയുന്നുണ്ട്, ക്ലോഡ് എന്ന് പറയുന്നുണ്ട്. വെരി ഗുഡ്, ക്ലോഡ്. എല്ലാവരും ഒന്ന് പറ്റുന്ന ആളുകളൊക്കെ നമുക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി, നിങ്ങൾ എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, ഒരു ഐഡിയ കൂടി കിട്ടാൻ വേണ്ടി. ജെമിനൈ, ഓക്കെ, ചാറ്റ് GPT, ക്ലോഡ്, കോപൈലറ്റ്, ഓക്കെ, ചാറ്റ് GPT, ജെമിനൈ, ഗ്രോക്ക്. ഓക്കെ, കൂൾ. ജെമിനൈ, കോപൈലറ്റ്. ശരി, ഒരു ഐഡിയ കിട്ടി എനിക്ക്. ഏകദേശം ഭൂരിഭാഗം ആൾക്കാരും ക്ലോഡ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, ചാറ്റ് GPT ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, ജെമിനി ഉപയോഗിക്കുന്നുണ്ട്, കോപൈലറ്റ് ഉപയോഗിക്കുന്നുണ്ട്. 4 പാറ്റേണിലാണ് കാര്യമായി വന്ന റെസ്പോൺസ് പ്രകാരം. പിന്നെ 1-2 പേര് ഗ്രോക്ക് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ ഓരോ കമ്പനികളാണ്, അറിയാത്ത ആളുകൾ പേടിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ ഓരോ കമ്പനികളാണ്, ഒരു കമ്പനികൾ തുടങ്ങിയ LLM സാധനങ്ങളാണ്. നിങ്ങൾക്ക് അറിയാത്ത ആളുകൾ ഡെഫിനറ്റ്ലി പറയുന്ന എല്ലാം ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം എന്ന് തന്നെയാണ് ഞാൻ ഡെഫിനറ്റ്ലി സജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ തൽക്കാലം ഇപ്പൊ ക്ലോഡുമായി ബന്ധപ്പെട്ട ഒരു സാധനമാണ് ഞാൻ ആദ്യം പറയാം. അപ്പൊ ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, അപ്പൊ ഇത് ക്ലോഡ് ആണ്. ഇപ്പൊ cloud.ai എന്ന് പറഞ്ഞാൽ പോയാൽ നിങ്ങൾക്ക് ആക്ച്വലി ക്ലോഡിലേക്ക് ആക്സസ് കിട്ടും. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് യു ആർ എ ബിസിനസ്, നിങ്ങളൊരു ബിസിനസ് ഓൺടർപ്രണർ ആണെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി പറയാം, നിങ്ങൾ പറ്റുമെങ്കിൽ ഏതെങ്കിലും ഒരു AI ടൂൾസിന്റെ മിനിമം ഒരു $20 ഒക്കെ ഒരു പെയ്ഡ് വേർഷൻസ് എടുക്കണം എന്ന് തന്നെയാണ് ഞാൻ ഡെഫിനറ്റ്ലി സജസ്റ്റ് ചെയ്യാം. കാരണം അത് അത്ര വേർത്ത് ആണ്. നമ്മുടെ പല രീതിയിലുള്ള, ഞാൻ ഇതിനെ നിങ്ങൾ എപ്പോഴും നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ROI കൺസെപ്റ്റിലല്ലേ നമ്മൾ ആലോചിക്കുക. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു $20 സ്പെൻഡ് ചെയ്താൽ ഹൗ മച്ച് എത്ര നമുക്ക് കിട്ടും എന്നതായിരിക്കുമല്ലോ നമ്മുടെ ഒരു അൾട്ടിമേറ്റ്ലി ഒരു കച്ചവടക്കാരാകുമ്പോൾ നമ്മൾ ആലോചിക്കാം. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ $20 കൊടുത്താൽ ആക്ച്വലി നിങ്ങൾക്ക് അതിന്റെ ഒരു എന്താ പറയാ, ഒരു 20-30x ആക്ച്വലി നിങ്ങൾക്ക് അതിന്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവണം എന്നാണ് ഞാൻ പറയാം. ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കണം എന്ന രീതിയിലാണ് ഞാൻ പറയാം. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ ഇതിന്റെ ഒരു പെയ്ഡ് വേർഷൻ തന്നെ പരമാവധി എടുക്കാൻ നോക്കുക, ഏതെങ്കിലും ഒന്നിന്റെ. ഓക്കെ, അപ്പൊ ഇതില് നിങ്ങൾക്ക് പോയി നോക്കിയാൽ കസ്റ്റമൈസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് ഉണ്ടാവും. ഓക്കെ, അപ്പോ ഇതിന്റെ അകത്ത് പോയി നോക്കിയാൽ സ്കിൽസ്, കണക്ടർ, പ്ലഗിൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചധികം സാധനങ്ങൾ ഉണ്ടാവും. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം. ക്ലോഡിൽ പോകുന്നു, കസ്റ്റമൈസ് ക്ലിക്ക് ചെയ്യുന്നു, കണക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് പോകുന്നു. ഇവിടെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ച് ഓൾറെഡി കണക്ട് ചെയ്യാൻ പറ്റിയ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ജിമെയിൽ, ഗൂഗിൾ ഡ്രൈവ്, സ്ലാക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതികളുണ്ട്. ഇത് ഓൾറെഡി ഞാൻ കണക്ട് ചെയ്ത സംഗതിയാണ്. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇവന്റ് ഹെക്സിന്റെ ഒരു കണക്ടറും ആക്ച്വലി ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളിപ്പോ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു കമ്പനി ഇവന്റ് ഹെക്സിൽ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഇവന്റ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്ത സാധനങ്ങൾ ആക്ച്വലി നിങ്ങൾക്ക് ചാറ്റ് GPT അകത്തോ ക്ലോഡിന്റെ അകത്തുനിന്നോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ എക്സാമ്പിൾ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം.
സിമിലർ പാറ്റേണിൽ ചാറ്റ് GPT പോയി നോക്കിയാൽ ഓക്കെ അവര് ഇതിന് തൊട്ട് മുമ്പ് ഒരു 1 വീക്ക് ഗ്യാപ്പിന്റെ ഇടയിലാണ് മുമ്പ് അവർ ആപ്സ് എന്നുള്ള രീതിയിലായിരുന്നു അവർ വിളിച്ചിരുന്നത്. ഇപ്പൊ ദേ ആർ കോളിംഗ് MCPs ആസ് പ്ലഗിൻ. ഒരു MCPസിനെ പ്ലഗിൻ എന്നുള്ള രീതിയിലാണ് അവർ കോൾ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇതിലൊരു എക്സാമ്പിൾ പറയാം. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇത്രയും കണക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ ഞാനിതിൽ ക്യാൻവ എന്ന് പറയുന്ന ഒരു കണക്ടറിനെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് പറയാം. ഒന്നുമില്ല, ക്യാൻവ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ക്യാൻവയിൽ പോയാൽ ക്യാൻവയില് നിങ്ങൾ ക്യാൻവ ഉപയോഗിച്ച ആൾക്കാരുണ്ടെങ്കിൽ അറിയാം, ക്യാൻവയിൽ പോയി കഴിഞ്ഞാൽ ക്യാൻവയുടെ അകത്തൊരു AI ഉണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസൈൻ ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ ചാറ്റ് GPTയുടെ അകത്ത് നിന്ന് തന്നെ ക്യാൻവയിലെ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക എന്നതാണ് ആക്ച്വലി MCP ചെയ്യുന്നത്. ഞാൻ അതിന്റെ അകത്ത് ഇൻസ്റ്റാൾ പ്ലഗിൻ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം ചോദിക്കും ക്യാൻവയിലേക്ക് സൈൻ ഇൻ ചെയ്യാൻ ചോദിക്കും. അതെ, ഞാൻ ഓൾറെഡി എന്റെ സൈൻ ഇൻ ആണ്. നിങ്ങൾ സൈൻ ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. ഞാൻ അതിന്റെ ഞാൻ എപ്പോഴും ഈ ഡിജിറ്റൽ സംഗതിയെ കുറിച്ച് നിങ്ങൾ പറയാ, കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് തന്നെ സ്വന്തമായി ചെയ്യാൻ കഴിയും അതിന്റെ ഒരു കൺസെപ്റ്റ് എന്താണെന്നുള്ളത്. കാരണം നമ്മൾ പല ഡിജിറ്റൽ ടൂൾസും വർക്ക്ഷോപ്പിലൊന്നും പോയിട്ട് പഠിച്ചതല്ലല്ലോ. ഇപ്പൊ വാട്സപ്പ് ഉപയോഗിക്കാനോ ഫേസ്ബുക്ക് ഉപയോഗിക്കാനോ നമ്മളൊരു വർക്ക്ഷോപ്പിലും പോയി പഠിച്ചതല്ല. അപ്പോൾ എന്താണെന്നുള്ള കൺസെപ്റ്റ് മനസ്സിലായാൽ ഏർലി ഓൺ നമുക്ക് അതിനൊക്കെയുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. ജസ്റ്റ് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈ ആഫ്റ്റർ ദി ഇവന്റ് നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. അപ്പൊ ഞാനിപ്പോ ക്യാൻവയിലേക്ക് സൈൻ ഇൻ ചെയ്യാണ്. അപ്പൊ ഞാൻ എന്റെ ഒരു ക്യാൻവ അതിലേക്ക് ലോഗിൻ ചെയ്തു. അപ്പൊ ഓതറൈസേഷൻ സക്സസ്ഫുൾ ആയി. വീണ്ടും അത് ചാറ്റ് GPTയിലേക്ക് തന്നെയാണ് വരുന്നത്. ഓക്കെ ഓക്കെ കൂൾ. അപ്പൊ ഇത് കണക്റ്റഡ് ആയി. ഓക്കെ, കണക്റ്റഡ് എന്ന് പറഞ്ഞു. ക്യാൻവ ഇസ് ഇൻസ്റ്റാൾഡ്, ക്യാൻവ കണക്ട്. അപ്പൊ ഞാൻ ഇവിടുന്ന് ട്രൈൻ ചാറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഞാനത് കൊടുക്കുന്നു. അപ്പൊ ആക്ച്വലി ക്യാൻവ കണക്റ്റഡ് ആയി. ഒരു സാമ്പിൾ ആയിട്ടുള്ള ഒരു സാധനം ഒരു തന്നെ കൊടുത്തു. അപ്പൊ ഞാൻ പറയാണ് ക്രിയേറ്റ് എ ലോഗോ. ഞാനിപ്പോ വേണമെങ്കിൽ ഒരു ക്രിയേറ്റ് എ പോസ്റ്റർ. ഞാൻ ഒരു എന്റെ ഇതും കൂടി പറയാട്ടോ. നിങ്ങള് ഫൗണ്ടേഴ്സ് ആകുമ്പോൾ ആക്ച്വലി നമ്മൾ എപ്പോഴും ഈ പ്രൊഡക്ടിവിറ്റി ആണല്ലോ നമ്മൾ എപ്പോഴും നോക്കുക. കുറച്ചുകൂടി ഫാസ്റ്റർ ആയിട്ട് എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുക. അപ്പൊ ഞാൻ അതിൽ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ പരമാവധി ഉപയോഗിക്കണം എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പറയാണ്. അതിന്റെ പേര് വോവൻ എന്നതാണ്. ഓക്കെ, WOWEN എന്നതാണ് വോവൻ. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ വോയിസിലൂടെ നമുക്ക് ആക്ച്വലി ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റും. ആക്ച്വലി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ എന്റെ കാര്യങ്ങൾ വോയിസ് ആയിട്ട് പറയുന്നു, ആക്ച്വലി അത് വരുന്നു. അപ്പൊ അതിന്റെ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ടൈപ്പ് ചെയ്യുക, പ്രോംപ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ടൈപ്പ് ചെയ്യണ്ടേ, പ്രോംപ്റ്റ് ചെയ്യണ്ടേ. ആ പ്രോംപ്റ്റ് ചെയ്യണ നേരം ഉണ്ടെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും ചെയ്യായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പൊ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ പരമാവധി ഇത്തരം ഡിക്റ്റേഷൻ ടൂൾ ഉണ്ടാവാം. ഈ വോവൻ ഇൻസ്റ്റാൾ ചെയ്താലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്റെ ഇതിൽ എന്താ വെച്ചാൽ ഫംഗ്ഷൻ കൺട്രോൾ എന്ന് പറയുന്ന 2 കീ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ ഡിക്റ്റേഷൻ ഓൺ ആവും. ഞാൻ പൊതുവെ പ്രോംപ്റ്റ് ചെയ്യുന്നത് ഈ പ്രോംപ്റ്റിങ്ങിന്റെ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാണ്. മുമ്പ് ചിലപ്പോൾ നിങ്ങൾ AI ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ AI ഇതിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പ്രോംപ്റ്റിംഗ് എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്. നന്നായി പ്രോംപ്റ്റ് ചെയ്യണം, ഇതാക്കണം, ഭയങ്കര ആറ്റിക്കുറുക്കിയ പ്രോംപ്റ്റ് ആണ് ഉണ്ടാവേണ്ടത് എന്നുള്ളത്. അതിലൊരു വലിയ മാറ്റം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോംപ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ് ഭയങ്കര ആറ്റിക്കുറുക്കി ഒരു ഇംഗ്ലീഷിൽ കൊടുക്കുന്ന ഒരു സാധനത്തിന് അപ്പുറത്തേക്ക് കുറച്ചും കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വോയിസിൽ നിങ്ങളുടേതായി മനസ്സിലാവുന്ന ഭാഷയിൽ ഏറ്റവും നല്ല രീതിയിൽ പറഞ്ഞാൽ AI അത് മനസ്സിലാക്കാൻ ഇപ്പോൾ കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ മാക്സിമം നിങ്ങളുടെ ഭാഷയിൽ തന്നെ സംസാരിച്ചാൽ കുറച്ചുകൂടി നന്നാവും. അപ്പൊ ഞാനിപ്പോ ഇതിൽ മലയാളത്തിൽ ഒന്ന് പ്രോംപ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, അപ്പൊ ഞാനത് ക്ലിക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ എന്ത് വരുന്നത്, നിങ്ങൾക്ക് ഈ വോവന്റെ ഒരു ഐക്കൺ കാണുന്നത്. ഓക്കെ, ഇപ്പൊ ഞാനത് എസ്കേപ്പ് ചെയ്യാണ്. എനിക്കൊരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പോസ്റ്റർ ഹാപ്പി ഓണം എന്ന് പറയുന്ന ഒരു പോസ്റ്റർ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഞാനിത് കൊടുക്കുന്നു. ആക്ച്വലി ഞാൻ ഇപ്പൊ പറഞ്ഞ സാധനങ്ങൾ ആക്ച്വലി മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് ഇവിടെ വരികയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ കുറച്ചുകൂടി നല്ലൊരു മോഡല് മോഡൽ ഞാൻ കുറച്ചുകൂടി ഇതിന്റെ ഒരു സോൾ എന്ന് പറയുന്ന ഒരു മോഡൽ എടുക്കുന്നു. അതിന്റെ ഓക്കെ ഇറ്റ്സ് ഇനഫ്, ഞാൻ ജസ്റ്റ് കൊടുക്കുന്നു. അപ്പൊ ഇത് ഇപ്പൊ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്താ AI ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ AIക്ക് നമ്മൾ ക്യാൻവ എന്ന് പറയുന്ന ഒരു അഡീഷണൽ ടൂളും സ്കില്ലും അതിന് ടൂള് നമ്മൾ കൊടുത്തിരിക്കുകയാണ്, ഒരു സൂപ്പർ പവർ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ചെയ്യുന്നതെന്ന് വെച്ചാൽ AI ഇനി ചെയ്യുന്നത് ഈ പോയിട്ടുള്ള ഒരു എഡിറ്റിംഗ് ആണ് നടത്തുന്നത്. ഇവിടെ നമുക്കറിയാം ഒരു പോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗൂഗിളിന്റെ നാനോ ബനാനോ ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ പോസ്റ്റർ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതല്ല ഇത് ശരിക്കും. ക്യാൻവയിൽ പോസ്റ്റർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് പലതും നീക്കാം, അതിന്റെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. അപ്പോ അങ്ങനത്തെ ഒരു സാധനമാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇപ്പൊ ഇവർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്യാൻവയിൽ പോകുന്നു, ക്യാൻവയിൽ പോയിട്ട് ടെംപ്ലേറ്റുകൾ സെർച്ച് ചെയ്യുന്നു, എന്നിട്ട് അതിന്റെ ഒരു ഡിസൈൻസുകൾ ജനറേറ്റ് ചെയ്യുന്നു, അതിനാവശ്യമായിട്ടുള്ള ടെക്സ്റ്റുകൾ ഉണ്ടാക്കിയെടുക്കുന്നു. ഇങ്ങനെയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കി നോക്കുക നിങ്ങൾ. ഫൈനലൈസിങ് ദ ഡിസൈൻ, ജനറേറ്റിംഗ് ഡിസൈൻ, ഇങ്ങനെയുള്ള ഒരു പാറ്റേണിലാണ് അത് ചെയ്യുന്നത്. നമുക്കത് ഒരു ടൈം എടുക്കുന്ന പ്രൊസീജിയർ ആയിരിക്കും. ഞാനത്
അത് ആവട്ടെ. അപ്പൊ ഞാൻ പാരലലി ക്ലോഡിൽ ഞാൻ നിങ്ങൾക്ക് ക്ലോഡിൽ കൂടി ഞാൻ ഇതിൽ കാണിക്കാം. ഓക്കെ, അപ്പൊ ക്ലോഡിൽ ഇതാണ് ക്ലോഡ്. സിമിലർ പാറ്റേണിൽ കസ്റ്റമൈസ് പോവാം, കണക്ടർ പോവാം. ഞാനിപ്പോ ഇവന്റ് എക്സിന്റെ ഒരു കണക്ടർ ജസ്റ്റ് ഐഡിയക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ഇവിടുന്ന് അത് കണക്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ അത് ഒരു ലോഗിൻ ഇതിലേക്ക് സിമിലർ പാറ്റേണിൽ ഞാൻ ഒരു ലോഗിൻ ഇതിലേക്ക് പോകുന്നു. ഞാനതൊരു ലോഗിൻ ഇതിലേക്ക് ലോഗിൻ ചെയ്യുന്നു. ജസ്റ്റ് മിനിറ്റ്, നമ്മൾ ഇപ്പുറത്തായി. ഓക്കെ, നിങ്ങൾ നോക്കൂ, 4-5 ഡിസൈൻസ് ആക്ച്വലി ഇവിടെ അതിലേക്ക് വരാട്ടോ, വീണ്ടും വരാം. അല്ല, ഓക്കെ, ഇത് ഇവന്റ് എക്സ് കണക്റ്റഡ് ആയിട്ട് നമുക്ക് അതിലേക്ക് വരാം. ഓക്കെ, ഇവിടെ നമ്മൾ പോസ്റ്റേഴ്സ് ജനറേറ്റ് ആയിട്ടുണ്ട്. 4-5 പോസ്റ്ററുകൾ ഇവിടെ ജനറേറ്റ് ആയി. ഈ പോസ്റ്ററിന്റെ പ്രത്യേകത നമുക്ക് ക്യാൻവയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ മാറ്റണം എന്നൊക്കെ പറഞ്ഞാൽ AI തന്നെ ഇതിന്റെ മുകളിൽ ചെയ്യും. ഇനി നമുക്ക് തന്നെ ഇതിന്റെ ബാക്കി ഡിസൈൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ക്ലിക്ക് ചെയ്താൽ ഈ സാധനം ഇവിടെ കിട്ടും. നമുക്ക് വേണമെങ്കിൽ ക്യാൻവയിൽ ഓപ്പൺ ഇൻ ക്യാൻവ കൊടുത്താൽ ഇത് ക്യാൻവയിൽ പോയി ഓപ്പൺ ആവും. അപ്പൊ നോക്ക് നിങ്ങൾ, ഇത് കണ്ടോ, ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഫോണ്ടുകൾ പിന്നെ ഇവിടുന്ന് മാറ്റാം. നിങ്ങൾക്ക് പിന്നെ അവിടുന്ന് തന്നെ പറയാം, നിങ്ങൾക്ക് എനിക്ക് എന്താണ് വേണ്ട ഫോണ്ട് എന്ന് പറയുന്നത് വേറെ ഒന്നാണ് എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇവിടുന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിപ്പോ സമയം കളയുന്നില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കുറച്ചുകൂടി വേറൊരു പോസ്റ്ററിലേക്ക് മാറ്റാം. ഇനി നിങ്ങളുടെ ലോഗോ വേണമെങ്കിൽ ആക്കാം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, കംപ്ലീറ്റ്ലി ഒരു പോസ്റ്റ് ക്യാൻവയിലെ സാധനം ചെയ്യുന്നത്, ബേസിക് ക്യാൻവയിലെ സാധനം ചെയ്യുന്നത് എന്താണ്, ChatGPT ആണ്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള MCP ഉപയോഗിച്ചിട്ട് ക്യാൻവയിൽ എന്ത് മാറ്റങ്ങളും ആക്ച്വലി നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് വരുത്താം. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു ബേസിക് കൺസെപ്റ്റ്. ഇവിടെ നമ്മൾ ഇവന്റ് എക്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറയാണ്, ഓക്കെ, ഇപ്പൊ എനിക്കൊരു ഇവന്റ് ക്രിയേറ്റ് ചെയ്യണം. ഇവന്റ് എക്സിന്റെ അകത്ത് നിന്ന് ഇവന്റ് എക്സ് ടൂൾ ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യണം. ഇവന്റിന്റെ പേര് ഇവന്റ് ആണ്. ഏജന്റിക് AI ഫോർ ഓൺടർപ്രണേഴ്സ് എന്ന പേരിലാണ് ഒരു ഇവന്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ ഇത്രയും പറയുന്നു. എന്താണ് വേണമെങ്കിൽ നമുക്ക് നല്ലൊരു, ഞാൻ മംഗ്ലീഷും കൂടി ടൈപ്പ് ചെയ്യാണ്, നല്ലൊരു വെബ്സൈറ്റ് കൂടി വേണം. ഓക്കെ, ഞാൻ ഇത്രയാണ് പറയുന്നത്. അപ്പൊ ഇത് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവന്റ് ഹെക്സ് എന്ന് പറയുന്ന ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് കംപ്ലീറ്റ്ലി എന്ത് ചെയ്യുന്നു, ഇവന്റിന്റെ ഇത് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അത് ടൈം എടുക്കുമായിരിക്കും, നമുക്ക് പിന്നീട് അതിലേക്ക് വരാം. ഓക്കെ, ടൈം എടുക്കുമായിരിക്കും. അപ്പൊ ഇതുപോലെ ആക്ച്വലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല് ChatGPTയുടെ പ്ലഗിൻസിൽ പോയാൽ പല രീതിയിലുള്ള പ്ലഗിൻസുകളെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. എന്നിട്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞ ഗൂഗിൾ കലണ്ടർ നിങ്ങളുടെ കലണ്ടറിലേക്ക് കണക്ട് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ കലണ്ടറിലേക്ക് കണക്ട് ചെയ്ത ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കലണ്ടറിന്റെ ഇൻഫോർമേഷൻസ് ആർക്ക് കിട്ടും? AIക്ക് കിട്ടും. അപ്പൊ എന്താ ഗുണം വെച്ച് കഴിഞ്ഞാൽ അടുത്ത മാസം എന്റെ കലണ്ടേഴ്സിനെ ഒന്ന് റിവ്യൂ ചെയ്തിട്ട് ഒരു അഭിപ്രായം പറയൂ എന്ന് എന്നോട് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടും. ഒരു എക്സാമ്പിൾ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇപ്പൊ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന സാധനങ്ങൾ വെച്ചിട്ടാണോ ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്. അപ്പൊ മേ ബി ഇപ്പൊ എനിക്കറിയില്ല നിങ്ങളുടെ ERPകളും നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന CRMs ഒക്കെ ആക്ച്വലി കണക്റ്റഡ് ആണോ എന്ന് അറിയില്ല. ചില സാധനങ്ങളൊക്കെ AI ഫസ്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇപ്പോൾ ഈ ഇവന്റ് എക്സിന്റെയും അല്ലെങ്കിൽ ഡാറ്റ എക്സിന്റെ ക്രിയേറ്റ് ചെയ്യുന്ന CRMലെ ERP ഒക്കെ പലപ്പോഴും ഇത്തരം AI ഫസ്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യുക. അപ്പൊ നമ്മൾ അങ്ങനെ AI ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇപ്പോ സാധാരണ ഇവന്റ് എക്സിന്റെ അകത്ത് കയറിയിട്ട് നമുക്കൊരു ഓക്കെ, ഇപ്പൊ ഞാൻ ജൂലൈ, ഓക്കെ, അവര് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ജൂലൈ 27 ഓൾറെഡി ഇങ്ങനത്തെ ഒരു വർക്ക്ഷോപ്പ് പേരിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി ചെയ്യണോ, പുതിയ ടൈറ്റിലാണോ വേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ വേറൊരു ടൈറ്റിൽ പറയാണ്. ഓക്കെ, വൈബ്രന്റ് കളർ എന്നൊക്കെ പറഞ്ഞാൽ കൊടുത്തു. അപ്പൊ ഓരോന്ന് ചോദിക്കുന്നു. അപ്പൊ അതിനനുസരിച്ച് അവർ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ കയ്യിൽ നമ്മുടെ ബിസിനസ് സാധനങ്ങളെ MCPs ആയിട്ട് ഇത്തരം സാധനങ്ങളിലേക്ക് കൊണ്ടുവന്നാൽ ഒരുപാട് ബെനിഫിറ്റ്സുകൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പൊ MCPകൾ തപ്പുക, MCPകളെ നിങ്ങൾ ഇതിലേക്ക് കൊണ്ടുവരിക, MCP ഉള്ള ഇവന്റ് സംഗതികളിലേക്ക് കൊണ്ടുവരിക എന്നതാണ് നിങ്ങൾ ആക്ച്വലി ചെയ്യേണ്ടത്. അപ്പൊ ഞാനിപ്പോ തൽക്കാലം ഇതിലേക്ക് ഒരു AI ഫോർ ഓൾ ഞാനൊരു തൽക്കാലം ഒരു ഇവന്റിന്റെ പേരാണ് ചോദിക്കുന്നത്. നേരത്തെ അങ്ങനത്തെ ഒരു ഇവന്റ് ഉണ്ടല്ലോ എന്നത് അവർ തന്നെ കണ്ടുപിടിച്ചിട്ട് പറയാണ്. ഇങ്ങനത്തെ ഒരു ഇവന്റ് ഓൾറെഡി നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, നമ്മൾ ഇപ്പോഴത്തെ ഈ ഒരു ഇവന്റിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, എനിവേ അത് ക്രിയേറ്റ് ചെയ്യട്ടെ. ക്രിയേറ്റിംഗ് ഇവന്റ് AI തന്നെ ഇവന്റ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ തിരിച്ച് വീണ്ടും നമ്മളെ സ്ലൈഡ്സിലേക്ക് വരികയാണ്. ഓക്കെ, വീണ്ടും നമ്മൾ സ്കിൽസ് എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് കൂടി വരികയാണ്. ഓക്കെ, അപ്പൊ ഇനി ഇതും നിങ്ങൾ ശരിക്കും പഠിക്കേണ്ട, MCPയുടെ ഒപ്പം പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു സാധനമാണ് സ്കിൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ AIനെ സംബന്ധിച്ചിടത്തോളം
ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു കൂട്ടിലിട്ട ഒരു വലിയ അനലിസ്റ്റോ അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ടോ ആണ് ഉള്ളത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ എനിക്കൊരു ലിങ്ക്ഡിൻ പോസ്റ്റ് തയ്യാറാക്കി തരണം എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഉണ്ടാക്കി തരും. അപ്പൊ ഞാൻ പറയാം, അപ്പൊ ആദ്യം ഒരു സാധനം തന്ന്, അപ്പൊ ഞാൻ പറയുന്നു ഇങ്ങനെയല്ല ഞാൻ എഴുതുന്നത് ഇങ്ങനെ കാര്യമാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു, അങ്ങനെ അനുസരിച്ചിട്ട് അത് മാറ്റുന്നു. പിന്നെ കുറെ അങ്ങനെ ഒരു 10 തവണ പറഞ്ഞതിന് ശേഷം നല്ല ഞാൻ ഉദ്ദേശിച്ച ഒരു സാധനം നമുക്ക് തന്നു, നമ്മളത് പോസ്റ്റ് ചെയ്തു. ഓക്കെ, പിന്നീട് നമ്മൾ ഒരു മാസം കഴിഞ്ഞ് വീണ്ടും ഒരു പോസ്റ്റ് ഇടുമ്പോൾ വീണ്ടും ഈ സാധനങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കുകയോ ഇതാക്കുകയോ ചെയ്യണം. ഓക്കെ, അപ്പോ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ പരിഹരിക്കാനും, അതുപോലെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ടാവില്ല. നമുക്ക് SOP നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു ടേമാണ്. ഒരു SOP ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് ആക്ച്വലി സ്കിൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഓക്കെ, ഇത് ഇവിടെ ഇവന്റ് ക്രിയേറ്റ് ആയിട്ടോ, നിങ്ങൾക്ക് ഒരു ഇവന്റ് ക്രിയേറ്റ് ചെയ്തു, ഈവൻ വെബ്സൈറ്റും ക്രിയേറ്റ് ചെയ്തു. ഇനി വൈബ്രന്റ് ന്യൂ കളർ തീമിൽ വെബ്സൈറ്റ് ജനറേറ്റും ചെയ്തു. റെഡി ആണെന്നുള്ള അർത്ഥത്തിലാണ് അവർ പറയുന്നത്. നോക്കാം നമുക്ക് ജസ്റ്റ് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തോ എന്നുള്ളത്. ഓ, ദേ ഹാവ് ക്രിയേറ്റഡ് എ വെബ്സൈറ്റ്. ഒരു വെബ്സൈറ്റും ക്രിയേറ്റ് ചെയ്തു. നോക്കും, ഇവന്റ് എക്സിന്റെ അകത്ത് അവര് ഇവന്റും ക്രിയേറ്റ് ചെയ്തു. നമുക്ക് ഇനി ആവശ്യമായ കളർ, ഡിസൈൻ, ലോഗോ ഒക്കെ ആക്ച്വലി പറഞ്ഞതിനനുസരിച്ച് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത് ഒന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ ഇവന്റ് എക്സിന്റെ സൈറ്റിൽ കയറിയിട്ടില്ല, ഇവന്റ് എക്സിന്റെ ആപ്പിൽ കയറിയിട്ടില്ല, ഒരു സാധനം ചെയ്തിട്ടില്ല. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ക്യാൻവയിൽ ഞാൻ കയറിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ക്യാൻവ ആക്ച്വലി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ക്യാൻവയിൽ ഒരു സാധനം ഞാൻ ഇപ്പുറത്ത് ജസ്റ്റ് ChatGPT ഉപയോഗിച്ച് ഞാൻ ബിൽഡ് ചെയ്തു എന്നുള്ളതാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി സ്കിൽസിലേക്ക് നമുക്ക് വരാം. ഓക്കെ, സ്കിൽസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഇപ്പൊ ഞാൻ പറയുന്നു, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഐ വിൽ ഗിവ് യു. ഓക്കെ, ഞാൻ എന്റെ ലിങ്ക്ഡിൻ ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, ആരെങ്കിലും ലിങ്ക്ഡിനിലൊക്കെ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡെഫിനറ്റ്ലി ലിങ്ക്ഡിൻ ത്രൂ കണക്ട് ചെയ്യാം. ഓക്കെ, അംജദ് അലിയം. ഓക്കെ, എനിവേ, ഇപ്പൊ ഞാൻ ലിങ്ക്ഡിനിലേക്ക് വന്നു. ഓക്കെ, അപ്പൊ ലിങ്ക്ഡിനിലേക്ക് കണക്ട് ഇത് എന്റെ ലിങ്ക്ഡിൻ പ്രൊഫൈലാണ്. അപ്പൊ എന്റെ ആവശ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ലിങ്ക്ഡിൻ പോസ്റ്റ് ചെയ്യുന്ന എന്റെ ഞാൻ എഴുതുന്ന ലിങ്ക്ഡിൻ പോസ്റ്റുകൾ പോലെ എഴുതാൻ കഴിയുന്ന ഒരു AI എനിക്ക് ക്രിയേറ്റ് ചെയ്യണം എന്നാണ് എന്റെ ഒരു ആവശ്യം. ഓക്കെ, ഇതൊരു റിയൽ സിനാരിയോ നിങ്ങൾക്കൊക്കെ ആവശ്യം ഉണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പൊ ക്ലോഡിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ക്ലോഡ് they will give you some more, like നമുക്ക് കുറച്ചധികം അഡീഷൻ സാധനങ്ങൾ തരും. അതിലൊരു സാധനമാണ് ഒരു ക്രോം എക്സ്റ്റൻഷൻസ് കൂടി പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇത് ഞാൻ ക്രോം എക്സ്റ്റൻഷൻ ആണ്. അപ്പൊ ഇവിടുന്ന് ജസ്റ്റ് ക്രോം എക്സ്റ്റൻഷൻസ് ഇൻസ്റ്റാൾ ചെയ്താൽ, ക്ലോഡിന്റെ ക്രോം എക്സ്റ്റൻഷൻസ് ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടുന്ന് എക്സ്റ്റൻഷൻസ് ആയിട്ട് കിട്ടും. ഇത് കിട്ടും, ഇതെല്ലാതെയും പറ്റൂട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ബ്രൗസറിന്റെ സൈഡിൽ തന്നെ നിങ്ങൾക്ക് ക്ലോഡിന്റെ ഇത് കിട്ടും എന്നുള്ളതിന്റെ ഒരു പ്രത്യേകത. ഏത് രീതിയിലും പറ്റും. ഞാൻ നിങ്ങൾക്ക് ഒരു മനസ്സിലാവാൻ വേണ്ടി മാത്രം പറയാണ്. അപ്പൊ ഞാൻ AI പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഞാൻ ജസ്റ്റ് വോയിസ് ഡിറ്റക്ട് ചെയ്യാണ്. എന്റെ ലിങ്ക്ഡിൻ പ്രൊഫൈലാണ് ഈ ടാബിലുള്ളത്. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ ലാസ്റ്റ് 10 ലിങ്ക്ഡിൻ പോസ്റ്റുകൾ കംപ്ലീറ്റ്ലി റീഡ് ചെയ്തതിന് ശേഷം ഞാൻ എഴുതുന്നതിന്റെ ഒരു പാറ്റേൺ, എൻ്റെ ഒരു ലിങ്ക്ഡിൻ പോസ്റ്റുകളുടെ ഒരു പാറ്റേൺ, മറ്റു കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ട് എൻ്റെ ഒരു ബ്രാൻഡ് വോയിസ് എന്തായിരിക്കും, എങ്ങനെയാണ് ഞാൻ പോസ്റ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചൊരു ഡീറ്റെയിൽഡ് സാധനം എഴുതിയിട്ട് ഒരു സ്കിൽ ആക്കിയിട്ട് അത് ഒരു സ്കിൽ ആക്കി മാറ്റണം. ഓക്കെ, ഞാൻ അത് കൊടുക്കുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി AI എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവിടെ ആക്ട് വിത്തൗട്ട് ആസ്കിംഗ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പോൾ ഓട്ടോമാറ്റിക്കലി കണ്ടോ, AI-യുടെ ഇതെന്റെ ഇതല്ല കേട്ടോ, കേസർ അല്ല, AI-ന്റെ കേസറാണ്. അപ്പോൾ ദേ വിൽ ആക്ട്. അപ്പൊ നമ്മൾ ബ്രൗസർ അവർ കൺട്രോൾ ചെയ്യണം ആക്ച്വലി. അപ്പൊ അവരെന്ത് ചെയ്യുന്നു, പ്ലാൻ റിജക്ട് ചെയ്തു. ആക്ച്വലി മേ ബി ചില ടൈമിൽ നോക്കാം, ചില സമയത്ത് ഇത്തരം സാധനങ്ങളിലേക്ക് ആക്സസ് ഇഷ്യൂസുകൾ ഉണ്ടാവും. നോക്കട്ടെ, മേ ബി ലിങ്ക്ഡിൻ ബ്ലോക്ക് ചെയ്യുന്നുണ്ടാവും. ലെറ്റ് മീ ചെക്ക്. അല്ല, ദേ ആർ ഡൂയിങ് ദാറ്റ് വൺ. ഓക്കെ, അവരെന്നെ എടുക്കുന്നു, ഓൾ ആക്ടിവിറ്റി എന്ന് പറഞ്ഞ സാധനം എടുക്കുന്നു, and they are going to read that one. അപ്പോൾ ഇത് മൊത്തം വായിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി ഈ ബ്രൗസർ ടൂൾ വെച്ചിട്ട് അവർ എന്ത് ചെയ്യുന്നു, എന്റെ സംഗതികൾ മൊത്തം വായിക്കുന്നു. എന്നിട്ട് വായിച്ചതിന് ശേഷം ഒരു സ്കിൽസ് ജനറേറ്റ് ചെയ്യുന്നു. ഈ സ്കില്ലിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സ്കില്ല് നോക്കാം, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇറ്റ് വിൽ ടേക്ക് ടൈം. നമുക്ക് നോക്കാം, സമയം എടുക്കാം. നമുക്കും ടൈം കുറവാണ്, നമുക്ക് കുറച്ചധികം കവർ ചെയ്യണമല്ലോ. അപ്പൊ ഡെഫിനറ്റ്ലി അത് വായിക്കട്ടെ, എന്നിട്ട് നമുക്ക് തിരിച്ച് സ്കിൽസിലേക്ക് തന്നെ വരാം. ഓക്കെ, അപ്പൊ എന്റെ മൊത്തം വായിക്കട്ടെ. അപ്പൊ സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്,
ഇപ്പൊ സ്കിൽസ് കൊണ്ട് എന്തൊക്കെ ചെയ്യാം അങ്ങനെ നോക്കാം നമുക്ക്. ബിസിനസ് ആയിരിക്കും, ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ലിങ്ക്ഡിന്റെ വോയിസ് ഞാൻ പറഞ്ഞു, ഇതുപോലെ പല ടൈപ്പ് ഓഫ് സ്കിൽസുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പൊ നിങ്ങളുടെ ബ്രാൻഡ് ഡിസൈൻ സ്ട്രക്ചർ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ നേരത്തെ നമ്മള് ക്യാൻവയിൽ പറഞ്ഞല്ലോ, അപ്പൊ ക്യാൻവയില് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കയ്യിലൊരു ഞാൻ ചെയ്തൊരു സാധനം ഉണ്ട്. അതായത് ഇപ്പൊ നമ്മള് ഇവന്റ് ഹെക്സിന്റെ പല പോസ്റ്റേഴ്സും ആക്ച്വലി ജനറേറ്റ് ചെയ്യുന്നത് AI ആണ്. ഓക്കെ, പക്ഷെ അത് നന്നായി ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റ് ഹെക്സ് ചെയ്ത ഒരു 10 പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഡാറ്റ ഹാക്സ് ചെയ്ത ഒരു 10 പോസ്റ്റേഴ്സ് ആദ്യം AIക്ക് കൊടുത്തു, അങ്ങോട്ട് കൊടുത്തു. ഓക്കെ, എന്നിട്ട് പറഞ്ഞു ഇത് ചെക്ക് ചെയ്യാൻ നമുക്ക് തന്നെ ചാറ്റിൽ കൊടുക്കാലോ. ഈ 10 പോസ്റ്റർ സെൻഡ് ചെയ്തിട്ട് പറഞ്ഞു ഈ പോസ്റ്റർ ലേൺ ചെയ്തിട്ട് ഇതിന്റെ മെത്തേഡ്, ഇതിന്റെ ഒരു ഡിസൈൻ സിസ്റ്റം ഒന്ന് ലേൺ ചെയ്ത് അതൊരു സ്കില്ലാക്കി തരാൻ പറഞ്ഞു. അപ്പൊ സ്കിൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു MD ഫയൽ പോലത്തെ ഒരു സാധനമാണ്. ഇപ്പോ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ക്ലോഡിൽ പോയാല് ഇപ്പൊ ഞാൻ നേരത്തെ കസ്റ്റമൈസ് എന്ന് പറഞ്ഞ സാധനത്തിന്റെ അകത്ത് ഇവിടെ സ്കിൽസ് എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ട്, കണ്ടോ? സ്കിൽസ്. ഇതിന്റെ ഈ ഒരു എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, ഇപ്പൊ ഞാൻ ഇതിന്റെ അകത്ത് ഒരു സ്കില്ല് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ പേര് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവന്റ് ഹെക്സ് ഫോം ഫില്ലർ എന്നാണ് അതിന്റെ പേര്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്കിൽസ് പോലെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് എഴുതൂല കേട്ടോ, ഞാനിത് AI പറഞ്ഞ AI തന്നെ ഉണ്ടാക്കിയ ഒരു സ്കില്ലാണ് ഫോം ഫില്ലർ. ഇതിന്റെ ആവശ്യം എന്താ വെച്ചാൽ ഞാൻ പലപ്പോഴും ഈ നമ്മളൊരു സ്റ്റാർട്ടപ്പ് ആണ്, ഡെഫിനറ്റ്ലി നമ്മൾ പല രീതിയിലുള്ള ഫോം ഫില്ല് ചെയ്യാനാണ് ആവശ്യം ഉണ്ടാവും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ, അതിലേക്ക് ഒരു ഇവന്റിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്യണം എന്നൊക്കെ ഉണ്ടാവില്ലേ. അത്തരം ഫോം ഫില്ലിങ് ചെയ്യാനുള്ള കുറെ യൂസ് കേസ് ഉണ്ടാവും. ഞാൻ ഓരോ തവണ നമ്മുടെ മറ്റേ GST നമ്പർ എത്രയാണ്, മറ്റേ ഇതിന്റെ നമ്പർ എത്രയാണ്, നമ്മുടെ സൈറ്റ് അഡ്രസ് എന്താണ്, ഇതൊക്കെ ഓരോ തവണ ഞാൻ അടിക്കുകയാണ്. അപ്പൊ അതിന് പകരം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഒരു ഫോം ഫില്ലർ എന്ന് പറയുന്ന ഒരു സ്കില്ല് ഉണ്ടാക്കി വെച്ചു. സ്കില്ലിൽ ഞാൻ എന്ത് ചെയ്തു വെച്ചൊരു ഇന്ന ഡാറ്റ ഒക്കെ ഉണ്ട്, എന്റെ റവന്യൂ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്, എന്റെ റെഫറൻസ് എന്നുള്ള രീതിയിൽ ഒരു സാധനം സെറ്റ് ചെയ്ത് വെച്ചു. അപ്പൊ ഇങ്ങനത്തെ ഒരു സ്കില്ല് ഞാൻ ഉണ്ടാക്കി വെച്ചു. അപ്പൊ ഇതിന്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു ഫോം കിട്ടണല്ലോ. ഓക്കെ, ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് ഇസ് ഓക്കെ, ലെറ്റ് മീ ചെക്ക്. ഇവിടെ ഇതൊരു ഫോമാണ്, കോഡെക്സ് ഫോർ ഓപ്പൺ സോഴ്സ് എന്നുള്ള എന്തോ ഒരു ഫോം. ഓക്കെ, എന്താണെന്നുള്ളത് പ്രസക്തമല്ല. പക്ഷെ എന്റെ ആവശ്യം എന്ന് വെച്ചാൽ ഈ സാധനങ്ങൾ ഫില്ല് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ എനിക്ക് ഇതിന്റെ ഗുണം വെച്ചാൽ സ്ലാഷ് അടിച്ചു കഴിഞ്ഞാല് ഓക്കെ, സ്ലാഷ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ അകത്തുനിന്ന് ഷോർട്ട് കട്ട്സുകൾ ഉണ്ടാക്കാം. നമുക്ക് വേണമെങ്കിൽ സാധനം തന്നെ ഒരു ഷോർട്ട് കട്ട് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട്. ഇതൊന്നും അല്ലാതെ ഞാനിപ്പോ ഇവിടെ പോയിട്ട് ക്ലോഡിൽ പോയിട്ട് നിങ്ങൾ ഈ ലിങ്ക് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ന്യൂ കൊടുക്കുന്നു, fill this form using, കണ്ടോ? അപ്പൊ നിങ്ങൾ സ്ലാഷ് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കാണാം ഇവന്റ് എക്സ് ഫോം ഫില്ലർ. ഞാൻ അത് കൊടുക്കുന്നു. കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് AI ആദ്യ സ്കില്ല് വായിക്കും, എന്നിട്ട് ഒരു ബ്രൗസറിന്റെ അകത്തുനിന്ന് ഈ ഒരു സാധനം ഓപ്പൺ ആക്കും. നോക്കാം, നമുക്കൊരു 10 മിനിറ്റ്സ് അല്ലേ ടൈം, 45 വരെ പോവാം. ഓക്കെ, ദേ ആർ യൂസിങ്, കണ്ടോ? അപ്പൊ അവര് അതിലേക്ക് പോകുന്നു. അപ്പൊ അവരെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫുൾ ഡാറ്റ ഞാൻ കൊടുത്തില്ല, കാരണം അതൊരു കംപ്ലീറ്റ്ലി വ്യത്യസ്തമായ ഒരു സാധനമാണ്. പക്ഷെ സ്റ്റിൽ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവർ എന്നോട് പറഞ്ഞു. കണ്ടോ, ഗിറ്റ് ഹബ് യൂസർ നെയിം ഇതൊന്നും ഞാൻ അതിൽ കൊടുത്തിട്ടില്ല. അതേസമയം എന്റെ റോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഓൾറെഡി ഫീൽഡ് ആണെന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇതിന്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ പറയുന്ന ബ്രൗസർ ടൂൾ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് നേരത്തെ ഞാനിപ്പോ ഇവിടെ കാണിച്ച ഇവിടെ വെച്ചിട്ട് ഫോം ഫില്ലർ സ്ലാഷ് ഫോം ഫില്ലർ കൊടുത്താൽ മാത്രം എൻ്റർ ചെയ്താൽ മതി. ബാക്കി നമുക്ക് തന്നെ കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിന്റെ അകത്തുനിന്ന് തന്നെ അതെന്ത് ചെയ്യും, ഫില്ല് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ നിങ്ങൾ ഒരു ഡെവലപ്പർ ആണെങ്കിൽ, എനിക്കറിയില്ല നിങ്ങൾ ആരെങ്കിലും ഡെവലപ്പേഴ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ടെക്നിക്കൽ ടീം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ക്ലൗഡ് കോഡിന്റെ അകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അപ്പൊ നമുക്ക് ക്ലാരിഫിക്കേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലാരിഫിക്കേഷൻ ആണ് ചോദിക്കുന്നത്, നിങ്ങൾ ഈ പ്രോഗ്രാമിൽ അപ്ലൈ ചെയ്യുന്ന പോലെയാണോ വേണ്ടത്. അപ്പൊ നമ്മൾ കൊടുക്കുക, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ AI തന്നെ ഫില്ല് ചെയ്യുന്ന ഒരു പാറ്റേൺ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇപ്പൊ ഞാൻ സ്കിൽസിന്റെ ഒരു ഉദാഹരണം പറഞ്ഞോളൂ. ഇതുപോലെ പല ടൈപ്പ് ഓഫ് സ്കിൽസുകൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ടുള്ളത് ഞാൻ അതിലേക്ക് വരാം. നമുക്ക് ടൈം ബൗണ്ട് കൂടി ആയതുകൊണ്ട് നമുക്ക് നോക്കാം. നമ്മളിപ്പുറത്ത്
ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ, ഇവിടെ നമ്മൾ 10 ഇതാക്കാൻ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ താങ്കളുടെ പ്രൊഫൈൽ ആക്ടിവിറ്റി സെക്ഷനിൽ പോയി റിവ്യൂ വായിച്ചു എഴുത്തിന്റെ പാറ്റേൺ നിരീക്ഷണങ്ങൾ താങ്കളുടെ പോസ്റ്റുകൾ സ്ഥിരമായ ഒരു ഘടന കാണാം. ഓക്കെ, അവരുടെ നിരീക്ഷണങ്ങളാണ്. മിക്ക പോസ്റ്റുകൾ ഒരു ഹുക്കിൽ തുടങ്ങുന്നു, ഈസ് ദി ഇവന്റ് ഓവർ, ഒരു കുമ്പസാരം പോലെ അങ്ങനെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് എന്റെ ബ്രാൻഡ് വോയിസിന്റെ സമ്മറി എന്ന് പറയുന്നത്. അവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാല് കണ്ടോ, ഇതൊരു സ്കില്ലായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സാധനമാക്കി തന്നു. അംജിദ് അലീമിന്റെ ലിങ്ക്ഡിൻ ബ്രാൻഡ് വോയിസ് എന്ന് പറയുന്ന ഒരു സാധനം. അപ്പൊ അതിന്റെ പാറ്റേൺ എന്താണ്? അപ്പൊ എന്റെ പോസ്റ്റിന്റെ സ്ട്രക്ചർ എപ്പോഴും ഒരു ഹൂക്ക് ഉണ്ടാവും, ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടാവും, ഒരു സ്റ്റോറി ഉണ്ടാവും, ഒരു ബിഗർ പിക്ചർ ഉണ്ടാവും, ലാസ്റ്റ് ഒരു ഫോർവേഡ് പാറ്റേൺ ഉണ്ടാവും. ഒരു 3 to 9 ഹാഷ്ടാഗ് വരെ ഞാൻ ഉപയോഗിക്കലുണ്ട്. ഇത് എന്റെ പാറ്റേണാ. ഇത് വെച്ചിട്ട് ഞാൻ എഴുതിയാൽ എന്റെ ഒരു രീതി എപ്പോഴും ഉണ്ടാവും. ഇത് എനിക്ക് എന്ത് ചെയ്താൽ വെച്ച് കഴിഞ്ഞാൽ ഇത് കോപ്പി ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ പറയുന്ന ക്ലോഡിൽ പോയിട്ട് ന്യൂ തുറക്കാം, സേവ് ദിസ് ആസ് സ്കിൽ എന്ന് പറഞ്ഞ് കൊടുത്താൽ ഇത് ക്രിയേറ്റ് ചെയ്യും ആക്ച്വലി. ഇനി അതല്ല നിങ്ങൾക്ക് തന്നെ പറയാണ് ഞാൻ ഇന്ന ആളാണ്, ഇതൊരു സ്കില്ലായിട്ട് സേവ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യും, ക്ലോഡോ ചാറ്റ് ജി പി ടി ഒക്കെ ഒരു സ്കില്ലായിട്ട് അത് സേവ് ചെയ്ത് വെക്കും. അപ്പൊ ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പലതരം ആവശ്യങ്ങൾക്ക് പലതരം സ്കിൽസുകൾ ക്രിയേറ്റ് ചെയ്യുക. സ്കിൽസ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒന്ന് റിപ്പീറ്റബിലിറ്റി കുറക്കാം. ഇപ്പൊ ചില കാര്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്ന നമ്മുടേതായ സാധനങ്ങൾ തന്നെ കൃത്യപ്പെടുത്താം. പിന്നെ എന്താണ്, ഇപ്പൊ പല കാര്യങ്ങൾക്ക് അത് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഡിസൈൻ സിസ്റ്റം, ഇപ്പൊ നിങ്ങളുടെ ഇപ്പോ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോ ഞാൻ നിങ്ങളുടെ കയ്യിലൊരു ഓക്കെ, നിങ്ങൾ എപ്പോഴും ചെയ്യുന്ന ഒരു സാധനമായിരിക്കും ചിലപ്പോൾ ഒരു ഡോക്യുമെന്റ്, ഒരു എക്സൽ ഡോക്യുമെന്റ്, അതിനെ നിങ്ങൾക്ക് ഒരു ഡാഷ്ബോർഡ് പോലെ കാണണം. അപ്പൊ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് ക്ലൗഡിന്റെ അകത്തോ ചാറ്റ് ജി പി ടി അകത്തോ പോയി പറയാം. പക്ഷെ അത് എങ്ങനെ വേണം, എപ്പോഴും ഒരു എന്ത് ടൈപ്പിലാണ് എനിക്കിത് കാണേണ്ടത് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ സ്കിൽസിന്റെ ഒരു പ്രത്യേകത. ഞാൻ കുറച്ചും കൂടി സ്പീഡ് ആക്കാണ്, കുറച്ചധികം പറയേണ്ടത് എന്നുള്ളതാണ്. ഞാനിപ്പോ വീണ്ടും പറഞ്ഞു, ക്ലൗഡ് ഇത്തരം എക്കോസിസ്റ്റംസ് കൂടി നമ്മൾ മനസ്സിലാക്കണം. സ്കിൽസ് ഒക്കെ ഉപയോഗിക്കേണ്ട എക്കോസിസ്റ്റം ക്ലൗഡാണ്, ഒരു സാധനം ക്ലൗഡാണ്. ക്ലൗഡിൽ തന്നെ നിങ്ങൾക്ക് 400+ റെഡി പ്ലഗിൻ പല രീതിയിലുള്ള MCPsകളും കണക്ടേഴ്സും ആക്ച്വലി ഉണ്ട്. ക്ലൗഡിന്റെ ആപ്പും ഡെസ്ക്ടോപ്പും കോഡും ഒക്കെ ആക്ച്വലി അവൈലബിൾ ആണ്. സിമിലർ പാറ്റേണിൽ തന്നെ ചാറ്റ് ജി പി ടിയിലും ഇതുണ്ട്, കുറെ അധികം സാധനങ്ങൾ ചെയ്യാൻ കഴിയും. ഓക്കെ, ഇനിയാണ് ഓട്ടോമേഷനിലേക്ക് വരുന്നത്. ഇവിടെയാണ് കുറച്ചുകൂടി നിങ്ങളുടെ ഒരു വാല്യൂ അഡീഷൻ വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ബിസിനസ് വർക്ക് ഫ്ലോനെ എങ്ങനെയാണ് AI ഏജന്റ്സ് ഉപയോഗിച്ച് ഓട്ടോമേറ്റ് ചെയ്യുക, എങ്ങനെയാണ് നിങ്ങളുടെ കാര്യങ്ങളെ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യുക. ഓക്കെ, നമ്മൾ ഓക്കെ, ഞാൻ പൊതുവെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ദിസ് ദെൻ ദാറ്റ് എന്നുള്ളതാണ്. IFTT നമ്മൾ പൊതുവെ പറയാം. ഇഫ് ദിസ്, ഇന്ന കാര്യം സംഭവിച്ചാൽ, അല്ലെങ്കിൽ ഇഫ് ദിസ് ഹാപ്പൻസ്, ഇന്ന കാര്യം സംഭവിച്ചാൽ ദെൻ ഡു ദാറ്റ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ 9 മണിക്ക് എത്തിയാൽ ലൈറ്റ് ഓൺ ആവണം. ഓക്കെ, അത് നമുക്കറിയാം. ഞാൻ 9 മണിക്ക് എത്തിയാൽ എന്നുള്ളതാണ് ഇഫ് ദിസ് ഹാപ്പൻസ്, ലൈറ്റ് ഓൺ ആവണം എന്നുള്ളതാണ് ദെൻ ഡു ദാറ്റ്. ഓക്കെ, അതാണ് ഓട്ടോമേഷന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. എവ്രി ഓട്ടോമേഷൻ ഈസ് ഈ ഒരു സെന്റൻസിലായിരിക്കും ഉണ്ടാവും. സ്വാഭാവികമായിട്ട് ബ്രെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാനത് വിട്ടേക്ക്, ഞാൻ പറഞ്ഞത് എന്റെ മനസ്സിലായി. അപ്പോ ഇഫ് ദിസ് ഹാപ്പൻസ് എന്നുള്ളതിനെ വിളിക്കുന്ന പേരാണ് ട്രിഗർ എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ട്രിഗർ. പിന്നെ നമുക്കറിയാം AI ഓട്ടോമേഷന്റെ എപ്പോഴുള്ള ഒരു സാധനമാണ് ഒരു ട്രിഗർ, വളരെ പ്രധാനമാണ്. അതിനൊരു കോണ്ടെക്സ്റ്റ് സ്വാഭാവികമായിട്ട് ഉണ്ടാവണം. ഞാൻ പറയാം, ഒരു തിങ്കിങ് പാറ്റേൺ ഉണ്ടാവണം, ആക്റ്റും കൂടി ഉണ്ടാവണം. ഡെഫിനറ്റ്ലി നമ്മുടെ ബിസിനസ് വെച്ചിട്ടാണ് കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ഡെഫിനറ്റ്ലി ഒരു ഹ്യൂമൻ ചെക്കും കൂടി അനിവാര്യമാണ്. അപ്പൊ ഇതെന്താണ്, ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുക? ഓക്കെ, ഇപ്പൊ ഞാൻ പറയുന്നു, ഇപ്പൊ ഞാൻ നമ്മുടെ കമ്പനിയിൽ ചെയ്ത കുറച്ച് ഉദാഹരണങ്ങളും എക്സാമ്പിൾസും ഞാൻ നിങ്ങൾക്ക് പറയാം. ഇപ്പൊ നമ്മൾ ഇതിൽ ചെയ്താണ്, ഇപ്പൊ നമ്മൾ ഇവന്റ് ഹെക്സിന്റെ അകത്ത് ഒരു ഡെമോ ആരെങ്കിലും ഒരാൾ ബുക്ക് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇതിൽ വെബ്സൈറ്റിൽ പോകുന്നു, ബുക്ക് ഡെമോ കൊടുക്കുന്നു, നെയിംസും സാധനങ്ങളൊക്കെ എൻ്റർ ചെയ്താൽ, സബ്മിറ്റ് ചെയ്താൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു ട്രിഗർ, അതൊരു ട്രിഗറാണ്. എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ലീഡ് വന്നു എന്നതാണ് ഒരു ട്രിഗർ. ഒരാൾ സബ്മിറ്റ് ചെയ്യുന്നതാണ് അതിന്റെ ട്രിഗർ. ഇപ്പൊ ഞാൻ ചെയ്തു വെച്ച കുറച്ച് ഓട്ടോമേഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ആ ഓട്ടോമേഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, സബ്മിറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ഒരു മെയിൽ പോകണം. സാധാരണ നമുക്ക് അറിയുന്ന ഒരു സാധനം, വളരെ സിമ്പിൾ സാധനമാണ്, ഒരു മെയിൽ പോകണം. പക്ഷെ മെയിൽ പോകുന്നത്, നിങ്ങൾ ആലോചിച്ച് നോക്ക്, മെയിൽ പോകുന്നതിന് മുമ്പ് ഒരു കോണ്ടെക്സ്റ്റും തിങ്കും വെച്ചിട്ടാണ് പോകുന്നെങ്കിലോ അതെങ്ങനെയാ? ഇപ്പൊ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്കറിയാം, ഇപ്പോ സാം ആൾട്ട്മാൻ നമുക്കറിയാം, ഓപ്പൺ എഐന്റെ ഒരാളാണ്. ഓക്കെ, ഓപ്പൺ എഐന്റെ CEO, അയാളാണ് ഇവന്റ് എക്സിന്റെ ഡെമോ ബുക്ക് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. നിങ്ങൾ ഇവന്റ് എക്സിന്റെ ഡെമോ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ട്രിഗറായി. ഓക്കെ, ട്രിഗർ സംഭവിച്ചു, ഒരു ലീഡ് വന്നു. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇത് നേരെ നമ്മുടെ CRM-ലേക്ക് വരും. ഓക്കെ, അതാണ് കോണ്ടെക്സ്റ്റ്. CRM-ൽ പോയിട്ട് ഇവന്റ് എക്സിന്റെ, നമുക്കറിയാം ഡാറ്റ എക്സിന്റെ CRM-ന്റെ അകത്ത് നിങ്ങൾക്ക് AI എൻട്രിച്ച് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. AI എൻട്രിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ പേരും കമ്പനിയും മാത്രം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്ച്വലി
ബാക്കി ഡീറ്റെയിൽസുകൾ AI വെച്ചിട്ട് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ബാക്കിയുണ്ട്. അപ്പൊ ഞാൻ സാം ആൾട്ട്മാൻ ഓപ്പൺ AI എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ സാം ആൾട്ട്മാന്റെ പല സാധനങ്ങളൊക്കെ സെർച്ച് ചെയ്ത് പല സാധനങ്ങളും കണ്ടുപിടിച്ച് ഇതാക്കി, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് തന്നെ പല രീതിയിൽ നിങ്ങൾക്കും തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാവുന്ന സാധനങ്ങളാണ് അതൊക്കെ. അപ്പൊ അത് കണ്ടുപിടിക്കുന്നു, ഇതാക്കുന്നു, ഓക്കെ അത് സാം ആൾട്ട്മാൻ ആണ്, ഇതാണ്. അങ്ങനെ അത് കോണ്ടാക്ട്സ് എടുക്കുന്നു, അത് തിങ്ക് ചെയ്യുന്നു എങ്ങനെയാണ് ഇതിനെ നമുക്ക് എന്താണ് സാം ആൾട്ട്മാനോട് മെയിൽ അയക്കേണ്ടത്. അപ്പൊ സാം ആൾട്ട്മാനെ അയക്കുന്ന മെയിൽ എന്ന് പറയുന്നത് സാധാരണ നമുക്ക് അറിയുന്ന ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ ഹായ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് നെയിം എന്നുള്ള രീതിയിലാണ് വരിക. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നിങ്ങൾ ആലോചിക്കുക, ഹായ് സാം ആൾട്ട്മാൻ, നിങ്ങൾ ഓപ്പൺ AI ബിൽഡ് ചെയ്യണമെന്ന് എനിക്കറിയാം, നിങ്ങളുടെ വർക്കിന് ഞാൻ ഒരുപാട് ഇത് ചെയ്യുന്നുണ്ട്, ഇവന്റ് എക്സിന്റെ ഇതിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്തത് ഭയങ്കര വലിയൊരു ഇതാണ് എന്നൊക്കെ പറഞ്ഞ ഒരു ഇമെയിൽ സെറ്റ് ചെയ്യുന്നു. അത് സെൻഡ് കൂടി ഓട്ടോമാറ്റിക്കലി സെൻഡ് കൂടി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, അവിടെയാണ് AI ഓട്ടോമേഷൻസുകൾ ബിൽഡ് ചെയ്യുന്നത്. ഇതാണ് AI ഓട്ടോമേഷന്റെ ഒരു പാറ്റേൺ. ഇപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 2-3-4 MCPകൾ, ഇതാണ് നോക്കണം കേട്ടോ, 2-3-4 MCPകൾ, 2-3-4 കണക്ടേഴ്സുകൾ, 2-3-4 സ്കിൽസുകൾ ഒരുമിച്ച് അപ്ലൈ ചെയ്തിട്ടാണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഓട്ടോമേഷൻ ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, അതെങ്ങനെയാ? അപ്പൊ ഒന്ന് എന്താണ്, ഇവന്റ് എക്സിന്റെ വെബ്സൈറ്റിലെ MCP ഒരു AIക്ക് കണക്ട് ചെയ്യുന്നു. എന്താ, അപ്പൊ അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സബ്മിഷൻ വന്നു കഴിഞ്ഞാൽ ആ MCP വെച്ചിട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അതിന്റെ ഡാറ്റ ഇവിടെ കിട്ടി. എന്നിട്ടോ CRM, ഇവന്റ് എക്സിന്റെ അല്ലെങ്കിൽ ഡാറ്റ എക്സിന്റെ CRM ഇതിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ ഡാറ്റ എക്സിന്റെ CRM കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഡാറ്റ എക്സിന്റെ CRMൽ കയറിയിട്ട് ഈ AIക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ AI എൻറിച്ച് ചെയ്യാൻ പറ്റും. എന്നിട്ട് തിങ്ക് ചെയ്തിട്ട് മെയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. മെയിൽ എന്ന് പറയുന്ന MCP സെറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇമെയിൽ അയക്കാൻ പറ്റുന്നത്. വെറുതെ ഇമെയിൽ അയച്ചാൽ പറ്റൂല, എന്ത് ടൈപ്പ് ഇമെയിൽ അയക്കണം, അതിന്റെ ബ്രാൻഡ് വോയിസ് എന്താണ്, ഞാൻ സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ പറ്റുന്ന ബ്രാൻഡ് വോയിസ് എന്താന്നുള്ളത് ഒരു സ്കില്ലാക്കി വെച്ചിട്ടുണ്ടാവും. ആ സ്കിൽ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ആരെന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന AI സെൻഡ് ചെയ്യുന്നത്. ആ സെൻഡിൽ ചെയ്യുന്നതോടുകൂടി അത് വർക്ക് ആവുന്നു എന്നുള്ളതാണ്. ഈ ഒരു പാറ്റേണിൽ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പാറ്റേണിൽ നമുക്ക് നമ്മുടെ ബിസിനസ്സിലെ പല രീതിയിലുള്ള സംഗതികളെയും ഓട്ടോമേഷനിലേക്കും എന്താണ് ഒരുപാട് ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള പാറ്റേണിലേക്കും നമുക്ക് കൊണ്ടുപോകാൻ കഴിയും എന്നതാണ് ഇതിന്റെ ഒരു വലിയ സാധ്യത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളിൽ ഇതിന്റെ ഒരു ലിമിറ്റേഷൻ എന്ന് വെച്ചാൽ നമ്മളൊരു 1 hour സെഷൻ ആണ് ആക്ച്വലി ഉള്ളത്. ഞാനിതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാക്സിമം സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ ബിസിനസ് ഓണ്ടർപ്രണേഴ്സ് ആണ്, ഫൗണ്ടേഴ്സ് ആണ്. ഇഫ് യു ആർ നോട്ട് എ ടെക്നിക്കൽ പേഴ്സൺ, ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഇതിന്റെ ഒരു ബേസിക് സാധനങ്ങൾ മനസ്സിലാവണം, എന്താണ് സംഭവിക്കുന്നത്, എന്താണ് നടക്കുന്നത്, എന്തൊക്കെ ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ടെക്നിക്കൽ ടീം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ടെക്നിക്കൽ ടീമിനെ കൊണ്ട് നിങ്ങൾ അത് ചെയ്യിപ്പിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു ടെക്നിക്കൽ ടീമിനെ ഉപയോഗപ്പെടുത്തി ചെയ്യുകയോ ചെയ്യണം. അപ്പൊ നമ്മൾ പണ്ട് പറയലോ, ഇത് ചെയ്യണം, ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്കിൽസ് അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഫൗണ്ടർ ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ആ രീതിയിൽ നമുക്കിത് ഇതെങ്ങനെ ഓരോന്ന് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യല് ഇറ്റ്സ് എ ഹെവി ടാസ്ക്, കാരണം അതൊരു സമയമെടുക്കുന്ന പ്രൊസീജിയർ ആണ് ഓരോന്നാണ്. പക്ഷെ എന്തൊക്കെ ചെയ്യാം, എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളതിന്റെ ഒരു പാറ്റേൺ പറയുന്നു. ഡെഫിനറ്റ്ലി യു ക്യാൻ എൻഗേജ് യുവർ ടെക്നിക്കൽ പേഴ്സൺസ്, ഓർ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് മറ്റു ടെക്നിക്കൽ ടീമിനെ കാണാം, ഈവൻ നിങ്ങൾക്ക് ഡാറ്റ ആക്സ് ടീമിനെ കോൺടാക്ട് ചെയ്യാം, പല രീതിയിൽ അത്ര സാധനങ്ങൾ നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. അപ്പൊ അതിലൊന്ന് ഇപ്പൊ നമുക്കറിയാം ഡെഫിനറ്റ്ലി സെയിൽസ് ആണ്. അപ്പൊ നമുക്കറിയാം എപ്പോഴും നമ്മുടെ ഒരു മെയിൻ പോയിന്റ് എപ്പോഴും സെയിൽസ് ആണ്. ഓക്കെ, അപ്പൊ സെയിൽസിലെ ഏജന്റിന് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക, അപ്പോൾ ഇവിടെയാണ് നമ്മളൊരു ഒരു പാറ്റേൺ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ഞാനിപ്പോ നേരത്തെ എക്സാമ്പിളിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഒരു രാത്രി 12 മണിക്കാണെങ്കിലും ഒരു പകല് എന്താണ് നമ്മൾ പുലർച്ചെ 1 മണിക്കാണെങ്കിലും ഒരാള് ബുക്ക് ഡെമോ അല്ലെങ്കിൽ ഒരു കോണ്ടാക്ടസ് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ റിസർച്ച് ചെയ്ത് കണ്ട് സ്കോർ ചെയ്ത് ഒരു പേഴ്സണലൈസ്ഡ് ഡ്രാഫ്റ്റ് ചെയ്ത് 11:02 തന്നെ മെയിൽ അയക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ സാധ്യതയാണ്. ഒരു 5 നമുക്കൊരു ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ കയ്യിൽ 5 ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ട് എന്ന് വിചാരിക്കാം. ഞാനൊരു എക്സാമ്പിൾ പറയാം. 5 ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഒരു കസ്റ്റമർ എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ ബിഗിനർ ആയിട്ട് കുറച്ച് നമ്മൾ എന്താണ് പറയാ, ഈ ക്ലോസിംഗ് എമൗണ്ട് വളരെ ചെറുതാണ്, അവർക്ക് അയക്കേണ്ട ഒരു ബ്രോഷർ ഉണ്ട്. ക്ലോസിംഗ് എമൗണ്ട് വലുതായ ഒരു കസ്റ്റമറിന് കൊടുക്കേണ്ട ബ്രോഷർ ഉണ്ട്. അങ്ങനെ 5 ബ്രോഷർ ഉണ്ടെന്ന് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് കിട്ടുന്ന ലീഡ് റെസ്പോൺസിന്റെ പാറ്റേൺ അനുസരിച്ചിട്ട് AI തന്നെ അതിനെ സ്കോർ ചെയ്തിട്ട് ഈ 5 ബ്രോഷറിൽ ഏത് ബ്രോഷർ സെലക്ട് ചെയ്യണമെന്ന് AI മനസ്സിലാക്കിയിട്ട് ആ ബ്രോഷർ കൂടി അതിന്റെ കൂടെ മെയിലിലേക്ക് സെൻഡ് ചെയ്യുന്ന ആലോചിച്ചു നിങ്ങൾ. അപ്പൊ നിങ്ങളുടെ മെയിലുകൾ കൂടി MCPയിലേക്ക് കണക്ട് ചെയ്യും, എന്ത് പോകണം എന്നുള്ളത്, ഏത് പാറ്റേണിൽ ചെയ്യണം എന്നുള്ളത്, ഒരു സ്കിൽസ് കൂടി വെച്ച് ചെയ്യാൻ കഴിയുക എന്നുള്ളത് ഒരു വലിയ സാധ്യതയാണ്. വാട്സപ്പ് ഫോളോ അപ്പ് ഭയങ്കര സാധ്യതയാണ്. വാട്സപ്പ് ഓട്ടോമേഷൻ ഇപ്പൊ ഇവന്റ് എക്സിന്റെ നമ്മളിപ്പോ റീസെന്റ് ചെയ്തതാണ്. നമുക്ക് ഇവന്റ് നമ്മുടെ ഉദാഹരണം പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് എനിക്ക് എളുപ്പം പറയാൻ പറ്റുന്ന ഒരു സാധനമായിരിക്കും. മേ ബി നിങ്ങളുടെ എക്സാമ്പിൾസ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അത് ചിലപ്പോൾ മേ ബി നമുക്ക് പരസ്പരം സംസാരിക്കുമ്പോഴായിരിക്കും, നിങ്ങളുടെ ഒരു വർക്ക് ഫ്ലോ പറയുമ്പോഴേക്കും അതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഞാൻ എന്റെ ഒരു ഉദാഹരണങ്ങൾ വെച്ച് പറയുന്നുള്ളൂ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ എന്താണ്
വാട്സപ്പിൽ ഇപ്പൊ നമ്മൾ ഒരു ERP-ല് ഇപ്പൊ എനിക്ക് ടാസ്ക് ഇപ്പൊ ഞാൻ എന്റെ വാട്സപ്പ് എന്ന് പറയുന്നത് വാട്സപ്പിന്റെ ഒരു MCP അല്ലെങ്കിൽ വാട്സപ്പ് API-യിൽ നിന്ന് കിട്ടുന്ന ഒരു MCP നിങ്ങൾ ഒരു AI-ലേക്ക് കണക്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. അതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ ഹ്യൂജ് അഡ്വാൻറ്റേജ് ആണ് ആക്ച്വലി ഉള്ളത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ എന്താണ് ChatGPT-യിൽ കയറിയിട്ട് വേണം എനിക്ക് ഇവന്റെക്സിൽ അല്ലെങ്കിൽ ഇപ്പൊ ക്യാൻവയിലെ പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ. അതിന് പകരം നിങ്ങൾ ആലോചിച്ച് നോക്കും, ഞാൻ വാട്സപ്പിൽ പറയാണ്, വാട്സപ്പിൽ ഒരു വോയിസ് ആയിട്ട് അയക്കുകയാണ്. ഒരു ഫോൺ നമ്പർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് വാട്സപ്പിൽ, എനിക്കൊരു ഹാപ്പി ഓണം എന്ന് പറയുന്ന ഒരു പോസ്റ്റർ വേണം എന്ന് നമ്മൾ കൊടുത്താൽ ഈ MCP വെച്ചിട്ട് ഈ AI ഇതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ക്യാൻവ എന്ന് പറയുന്ന അടുത്ത MCP-നെ കോൾ ചെയ്തിട്ട് ആ MCP കൂടി എടുത്തിട്ട് അതിൽ നിന്ന് ക്യാൻവ എടുത്തിട്ട് ആ റിസൾട്ടിന്റെ ഇവിടെ നമുക്ക് കാണിച്ച സാധനം നമ്മുടെ വാട്സപ്പിൽ തന്നെ കൊടുന്നു തരാം. പക്ഷേ അത് അങ്ങനത്തെ ഒരു സാധനങ്ങൾ പറ്റും. അല്ലെങ്കിൽ ഇപ്പൊ ഒരാള് ലീഡ് നേരത്തെ അപ്ലൈ ചെയ്തു, ആ ലീഡ് അതിന്റെ ഒരു 5 മിനിറ്റ്സിന് ശേഷം വാട്സപ്പിൽ അയാൾക്ക് ഒരു മെസ്സേജ് അയക്കുന്നു, താങ്ക് യു, ഞാൻ അംജദാണ്, നിങ്ങൾ ഇത് കണ്ടു, നമുക്ക് 3-ാം തീയതിയാണ് നമ്മുടെ ഡെമോ മീറ്റിംഗിൽ, നമുക്ക് അവിടെ നിന്ന് വെച്ച് കാണാം. ഒരു ഫോളോ അപ്പ് മെസ്സേജ് നമുക്ക് അയക്കാൻ പറ്റും. പിന്നെയോ മീറ്റിംഗ്സ്, ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മളിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് ആക്ച്വലി, ക്യാപ്ചർ മീറ്റ് എന്നുള്ളതാണ് ആ പ്രൊഡക്റ്റിന്റെ പേര്. ക്യാപ്ചർ മീറ്റ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നമുക്കറിയാം, ഇപ്പൊ നമ്മൾ മീറ്റിംഗ്സ്, ഇപ്പൊ ഇവന്റെക്സിന്റെ AI ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് പോയി നോക്കിയാൽ ഷോ യു, ഇപ്പം ഇവിടെ നിങ്ങൾ ഒരു വ്യൂ ട്രാൻസ്ക്രിപ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനങ്ങൾ കാണാൻ പറ്റും. ഇവിടെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് ഇതിന്റെ കംപ്ലീറ്റ് സാധനങ്ങൾ, ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ സാധനവും ട്രാൻസ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ ആക്ച്വലി നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യണം. അപ്പൊ ഞാൻ ഈ സാധനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ സമ്മറി ടേക്ക് അവേസ് ഒക്കെ ആക്ച്വലി വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആഫ്റ്റർ ദി ഇവന്റ് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. സിമിലർ പാറ്റേണിൽ നമ്മുടെ ഒരു മീറ്റിംഗ്, ഇപ്പൊ നമ്മളെ വീക്ക്ലി മീറ്റിംഗ്സുകൾ നടക്കുന്നുണ്ടാവും, മന്ത്ലി മീറ്റിംഗ്സ് നടക്കുന്നുണ്ടാവും, ഡയറക്ടർ മീറ്റിംഗ്സ് നടക്കുന്നുണ്ടാവും. അപ്പൊ ഇത്തരം മീറ്റിംഗ്സുകളൊക്കെ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത്, ഇഫ് യു ആർ നിങ്ങൾ പലപ്പോഴും വെർച്വലി അത്യാവശ്യം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കമ്പനീസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരു മീറ്റിംഗ് ട്രാൻസ്ക്രിപ്ഷൻ സാധനങ്ങൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മീറ്റിംഗിന്റെ ട്രാൻസ്ക്രിപ്ഷൻ കിട്ടും. ആ ട്രാൻസ്ക്രിപ്ഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് AI-ക്ക് അനലൈസ് ചെയ്യാം. അപ്പോൾ നമുക്ക് തോന്നും ഇയാളോട് ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു, ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്, അല്ലെങ്കിൽ ആ ട്രാൻസ്ക്രിപ്റ്റ് കിട്ടിയാൽ വേറെ കുറെ കാര്യങ്ങൾ നമുക്ക് ഉപകാരപ്പെടും, അല്ലെങ്കിൽ അതിനെ ടാസ്കുകളാക്കി കൺവേർട്ട് ചെയ്യാം. അപ്പൊ ഞാനിപ്പോ ഒരു മീറ്റിംഗ് ഇരിക്കുന്നു, ആ മീറ്റിംഗിൽ ഒരു 10 ആള് സംസാരിക്കുന്ന, അപ്പൊ പറയുന്നു ഷമീർ ഇന്നത് ചെയ്യണം, അസർ ഇന്നത് ചെയ്യണം, വിശാൽ ഇന്നത് ചെയ്യണം എന്ന് പറയുമ്പോൾ വിശാലിന്റെ കാര്യങ്ങൾ ഇന്നത് ടാസ്കുകളാക്കി ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമ്മളൊന്നും ടാസ്ക് വിട്ട് പ്രത്യേകം ഒന്നും നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ട കാര്യമില്ല. ഓട്ടോമാറ്റിക്കലി CRMസോ ERP-കളോ ഇത്തരം മീറ്റിംഗ് സാധനങ്ങൾ കൺവേർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്ക്. പിന്നെ കൊട്ടേഷൻസ് ആൻഡ് പ്രപ്പോസൽസ്, ഡെഫിനറ്റ്ലി നമ്മളൊക്കെ ഇപ്പൊ ഇവിടുന്ന് അയക്കുന്ന കൊട്ടേഷൻസുകൾ, ഡാറ്റാക്സിൽ നിന്നും ഇവന്റെക്സിൽ നിന്നൊക്കെ അയക്കുന്ന കൊട്ടേഷൻസ് നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ക്ലയൻസിന്റെ കാര്യങ്ങൾ കേൾക്കുന്നു, ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ വോയിസ് ട്രാൻസ്ക്രിപ്ഷൻ കൊടുക്കുന്നു, ജസ്റ്റ് കൊടുക്കുന്നു, AI കംപ്ലീറ്റ്ലി ബിൽഡ് ചെയ്യും. നമുക്ക് വേണമെങ്കിൽ എനിക്ക് തോന്നുന്നത് ആഫ്റ്റർ ദിസ് വേണമെങ്കിൽ മിഷാൽ, താല്പര്യമുള്ള ആളുകൾക്ക് വേണമെങ്കിൽ അത്തരം സാധനങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മിഷാലിന് കാണിച്ചു കൊടുക്കാൻ പറ്റും. അത്തരം സാധനങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഒരു കൊട്ടേഷൻസ് പ്രപ്പോസൽസ്, കാരണം അത് കുറെ സമയം അതിന് നമ്മൾ ആൾക്കാർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദർ ഇസ് നോ നീഡ് ഫോർ ദാറ്റ്. നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് തന്നെ കൊട്ടേഷൻ പ്രിപ്പയർ ചെയ്യുക, ആ സ്ഥലത്ത് നിന്ന് തന്നെ സെൻഡ് ചെയ്യുക, അവിടുന്ന് തന്നെ അതിന്റെ ഫോളോ അപ്പുകൾ കിട്ടുക എന്നൊരു പാറ്റേണിലേക്ക് എത്തണം. നമ്മുടെ ROI നമുക്ക് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റണം നമ്മൾ എടുക്കുന്ന എഫേർട്ടുകൾക്ക് അനുസരിച്ചിട്ട്. ഓക്കെ, ഞാൻ കുറച്ചുകൂടി സ്പീഡിലേക്ക് മൂവ് ചെയ്യാണ്. രാവിലെ എത്തുന്നു, നിങ്ങൾക്ക് ഇതിന്റെ കംപ്ലീറ്റ് പിക്ചർ കിട്ടുന്നു, ഈ ഒരു പാറ്റേണിലേക്ക് പോവാം. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പം പല രീതിയിലുള്ള MCPs-കൾ കണക്ട് ചെയ്യാം. ഇപ്പോ 2-3 എക്സാമ്പിൾസ് മാത്രം പറയാണ്. ഞാൻ പേഴ്സണലി നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. നിങ്ങൾക്ക് ലിങ്ക്ഡിനിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു MCPs ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ എന്ന് വെച്ചാൽ AI പോയിട്ട് ലിങ്ക്ഡിനിലെ ആളുകളുടെ പ്രൊഫൈൽ നോക്കും, സെർച്ച് ചെയ്യും, എന്നിട്ട് അയാളുടെ പ്രൊഫൈൽ ലിങ്ക് മാത്രം നിങ്ങളുടെ CRM-ൽ ഇങ്ങനെ ഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇറ്റ്സ് എ വെരി ഹ്യൂജ് സാധനം. അപ്പൊ നമ്മൾ റീസെന്റ് ഇംപ്ലിമെന്റ് ചെയ്ത ഒരു സാധനം ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമുക്കറിയാം ഗൂഗിൾ മാപ്സിൽ ആക്ച്വലി there are a lot of data. അപ്പം നമുക്ക് ഓൾറെഡി വന്ന ലീഡ്സിനെ ഈ ഗൂഗിൾ മാപ്പ് ഡാറ്റയെ വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട്, അതായത് ഇപ്പോൾ ഒരാൾ എനിക്ക് ലീഡ് എടുക്കുന്ന അയാൾ ബേസിക് ഡാറ്റ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവും, അയാൾ കമ്പനി നെയിം ഉണ്ടാവും. അപ്പോൾ ഗൂഗിൾ മാപ്പിന്റെ ഡാറ്റ ഉണ്ടാവും. ആ മാപ്പ് ഡാറ്റയിലിട്ട് MCP വെച്ച് AI ചെക്ക് ചെയ്തിട്ട് അയാളുടെ ബാക്കി റിവ്യൂസുകൾ ആ മാപ്സിൽ മൈ കമ്പനി ഉണ്ടാവുമല്ലോ, അതിലെ റിവ്യൂസുകൾ കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്ത് കൊണ്ടുവരും. അപ്പോൾ ഒരു അക്കൗണ്ട് മാനേജറോ അല്ലെങ്കിൽ ഒരു സെയിൽസ് പേഴ്സണോ ഒരാൾ സംസാരിക്കുമ്പോൾ ഇനഫ് നോളജ് ആ കമ്പനിയെ കുറിച്ചിട്ട് ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഈ രീതിയിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഹെക്സ്ഫ്ലോ കണക്ട് ചെയ്യാം. ഹെക്സ്ഫ്ലോ എന്ന് പറഞ്ഞാൽ ഡാറ്റ ഹെക്സ് ക്രിയേറ്റ് ചെയ്ത ERP ആണ്. ഹബ്സ്പോട്ട് ക്രിയേറ്റ് ചെയ്യാം. സോഹോന്റെ സാധനങ്ങൾ, ഗൂഗിൾ ഷീറ്റ്സുകളോ Gmailകളോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ക്യാപ്ചർ മീറ്റ്, നമ്മളെ ട്രാൻസ്ക്രിപ്ഷൻ സാധനങ്ങൾ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ MCPs-കൾ ഉപയോഗിച്ചിട്ട് വേണം പലപ്പോഴും നമ്മളുടെ സെയിൽസ് ഓട്ടോമേഷൻസുകൾ നിങ്ങൾ കൊണ്ടുപോകാൻ. ഞാൻ കുറച്ചുകൂടി ഫാസ്റ്റ് ആക്കുന്നു.
മാർക്കറ്റിങ്ങിന് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്കിൽസ് ആണ് ഇതിലെ പ്രധാനം. ബ്രാൻഡ് വോയിസുകൾ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ ഞാൻ പോസ്റ്റേഴ്സുകൾ, ഇപ്പൊ നമ്മൾ പോസ്റ്റേഴ്സുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സാധനങ്ങൾ തന്നെയാണ്. ഡെഫിനറ്റ്ലി SEO ഞാൻ ഇത് കൂടി പറയണം. അപ്പൊ ഞാൻ ചിലർ എന്റെ പോസ്റ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ റീസെന്റ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. നമ്മൾ ഇവന്റ് എക്സിന്റെ അകത്ത് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ട്. അതായത് നമ്മൾ ഇവന്റ് എക്സിന്റെ വെബ്സൈറ്റ് വേർഡ് പ്രസിലാണ്. എനിക്ക് തോന്നുന്നു പല ആളുകൾ നിങ്ങളുടെ വെബ്സൈറ്റ് ഒക്കെ ചെയ്തിട്ടുള്ളത് വേർഡ് പ്രസ് ആണ്. വേർഡ് പ്രസിന്റെ MCPs അവൈലബിൾ. ഇപ്പൊ വേർഡ് പ്രസിന്റെ MCPs അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ AIക്ക് തന്നെ ബ്ലോഗ്സുകൾ എഴുതാം. ഓക്കെ, AIക്ക് ബ്ലോഗ് എഴുതാൻ നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ ബ്ലോഗ് MCP അവൈലബിൾ ആവുന്ന ഗുണം വെച്ച് കഴിഞ്ഞാൽ ബ്ലോഗ് എഴുതിയിട്ട് നമ്മൾ ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് വേർഡ് പ്രസിൽ കൊടുത്ത് പേസ്റ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. AI ക്യാൻ ഡു ദാറ്റ് വൺ. മാത്രമല്ല എന്റെ ഗൂഗിളിന്റെ സെർച്ച് കൺസോളും ഗൂഗിൾ അനലിറ്റിക്സും AIക്ക് ആക്സസ് ഉണ്ട്. അതിന് MCP ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് ആദ്യം AI എന്ത് ചെയ്യും? അനലിറ്റിക്സ് നോക്കും, സെർച്ച് കൺസോളിൽ നോക്കും, എന്നിട്ട് ഏറ്റവും നല്ല കീവേഡ്സ് സെലക്ട് ചെയ്യും, അതിന്റെ ആർട്ടിക്കിൾ എഴുതും. ആ ആർട്ടിക്കിൾ എഴുതിയിട്ട് ശരിക്കും SEO ആണോ നോക്കും, എന്നിട്ട് വേർഡ് പ്രസിൽ കൊടുത്ത് പോസ്റ്റ് ചെയ്യും. എന്നിട്ടോ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇമേജ് ഗൂഗിൾ നാനോ ബനാന ഇമേജസ് വെച്ചിട്ട് ജനറേറ്റ് ചെയ്യും, അത് കൊടുത്ത് പേസ്റ്റ് ചെയ്യും. ഹ്യൂജ് സിമ്പിൾ വർക്ക് ഫ്ലോ. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് ഒരാൾക്ക് 2-3 ആളുകൾക്ക് തന്നെ നിങ്ങളുടെ ടീമിന്റെ ബ്ലോഗുകളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും, ഓട്ടോമേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ്, ഞാൻ എപ്പോഴും ബിസിനസ്സുകാരോട് പറയുന്നതാണ്, നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ് SEO എന്ന് പറയുന്നത്. ഇറ്റ്സ് ലൈക്ക് ആൻ ഓർഗാനിക് വൺ. വളരെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സെയിൽസ് ലീഡുകളാണ് SEO എന്ന് പറയുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതുകൊണ്ടാണ്. നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ബ്ലോഗ്സുകൾ, ഇപ്പോൾ നിങ്ങൾ വെബ്സൈറ്റുകൾ നോക്കിയാൽ പലപ്പോഴും പല ആൾക്കാരുടെ വെബ്സൈറ്റ്സുകൾ നമ്മൾ റീസെന്റ് ഡാറ്റാക്സ് ഒരു ലീഡ് കളക്ഷൻ, അതായത് വെബ്സൈറ്റ് ഓഡിറ്റ് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. പലപ്പോഴും വെബ്സൈറ്റുകൾ ഓഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും വെബ്സൈറ്റുകൾ പലപ്പോഴും ബഗ്ഗി ആയിരിക്കും, സ്ലോ ആയിരിക്കും. ഇതൊക്കെ SEOനെ ബാധിക്കുന്നുണ്ട് ആക്ച്വലി. പിന്നെ SEO തീരെ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ആക്ച്വലി AI വെച്ച് ഓട്ടോമേറ്റ് ചെയ്യാൻ കഴിയും എന്നതാണ് ഇതിന്റെ ഒരു സാധ്യത. ഞാൻ കുറച്ചുകൂടി ഫാസ്റ്റർ ആവാണ്, നമ്മൾ ടൈം എന്റെ ലാസ്റ്റിലേക്ക് എത്തുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാൻവ കണക്ട് ചെയ്യാം. ഓക്കെ, ഡെഫിനറ്റ്ലി വേറൊരു സാധനം കൂടി ഉണ്ട്. നിങ്ങൾക്ക് ഹിക്സ് ഫീൽഡ് എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട്. ഹിക്സ് ഫീൽഡ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത്യാവശ്യം ഈ എന്താണ് ഈ ഇമേജ് ജനറേഷൻ, വീഡിയോ ജനറേഷൻ, ഇത്തരം കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ അവരുടെ കമ്പനിയിൽ പ്രത്യേകിച്ച് B2C ബിസിനസ് ഫോക്കസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടിയും റീൽസുകള്, ഷോർട്സുകള്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ അധികം ഉണ്ടാവും. അപ്പൊ അങ്ങനെ ആളുകൾക്ക് ഫോളോ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഐ വിൽ സജസ്റ്റ് നിങ്ങൾക്ക് ഇതിന്റെ ഒരു പെയ്ഡ് വേർഷൻസ് എടുക്കാം. ഹിക്സ് ഫീൽഡിന്റെ പെയ്ഡ് വേർഷൻസ് എടുക്കാം. ഒരുപാട് AI മോഡൽസുകൾക്ക്, ഇമേജ് ജനറേഷൻ, വീഡിയോ ജനറേഷൻ മോഡലുകൾക്ക് ഇത് ആക്സസ് തരുന്നുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ അവിടെ MCP നിങ്ങൾ കണ്ട ഇതിനൊരു MCP ഉണ്ട്. ഈ MCP ഉപയോഗിച്ചിട്ട് AI ക്യാൻ ഡു ദാറ്റ്. ഞാൻ പറയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇവന്റ് ഹെക്സിന്റെ വെബ്സൈറ്റിൽ പോവുക. ഞാൻ AIനോട് സജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇവന്റ് ഹെക്സിന്റെ വെബ്സൈറ്റിൽ പോവുക. അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനി ഇപ്പൊ xyz.com എന്നാണ് നിങ്ങളുടെ കമ്പനി. xyz.com എന്ന് പറഞ്ഞ നിങ്ങളുടെ കമ്പനിയുടെ വെബ്സൈറ്റിൽ പോവുക. എന്റെ വെബ്സൈറ്റിനെ കുറിച്ച് പഠിക്കുക. പഠിച്ചതിന് ശേഷം ഒരു വീഡിയോ ഉണ്ടാക്കണം. ആ വീഡിയോക്കുള്ള തിരക്കഥ എഴുതുക. തിരക്കഥ എഴുതിയിട്ട് ഹിക്സ് ഫീൽഡിന്റെ MCP വഴി അതിലെ മോഡൽസ് ഉപയോഗിച്ച് വീഡിയോ ജനറേറ്റ് ചെയ്ത് തരിക. അപ്പൊ എന്താ വെച്ചാൽ ആദ്യം വെബ്സൈറ്റിൽ പോകുന്നു. വെബ്സൈറ്റ് ലിങ്ക് എന്ന് പറഞ്ഞ ടൂൾ ആണല്ലോ, വെബ്സൈറ്റ് വായിക്കാൻ പറ്റുക അല്ലെങ്കിൽ ബ്രൗസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. വായിക്കുന്നു, അതിന്റെ ഡാറ്റ കളക്ട് ചെയ്യുന്നു, അതിനൊരു തിരക്കഥ ഉണ്ടാക്കുന്നു. ആ തിരക്കഥയെ ഹിക്സ് ഫീൽഡ് MCP വെച്ചിട്ട് നിങ്ങൾക്ക് ഇമേജസ് ആയിട്ടും പോസ്റ്റർ ആയിട്ടും ജനറേറ്റ് ചെയ്യുന്നു. അവിടെ നിങ്ങൾ ഉണ്ടാക്കേണ്ടത് നിങ്ങളുടെ ബ്രാൻഡ് സ്കിൽസ് ഉണ്ടാക്കണം. നിങ്ങൾ പറയണം ഇതാണ് എന്റെ ലോഗോ, ഇതാണ് ഈ സാധനം, ഇതാണ് സ്കിൽസ്. സേവ് ചെയ്യുക. എന്താണ് XYZ ബ്രാൻഡ് സ്കിൽ എന്ന് പറഞ്ഞാൽ സേവ് ചെയ്യുക. അപ്പൊ ആവശ്യാനുസരണം ആ സ്കിൽസ് AI ഉപയോഗിച്ചോളും. ഈ ഒരു രീതിയിൽ അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. ഓക്കെ, ദെൻ ഓപ്പറേഷൻസുകൾ കുറച്ചുകൂടി ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻവോയ്സസുകൾ അല്ലെങ്കിൽ ഇപ്പോൾ ഓപ്പറേഷൻസ് റിപ്പോർട്ടുകൾ. ഞാൻ എപ്പോഴും CEO ലെവലിലേക്കുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ കുറെ AI തന്നെ ഇപ്പൊ പണ്ടായിരുന്നു ഒരു ഡാഷ്ബോർഡ്, അതായത് ഒരു സാധനം ഒരു സിമ്പിൾ ഡാഷ്ബോർഡ് തന്നു എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള ഡാഷ്ബോർഡ് AIനോട് ചോദിക്കാം. AI അസിസ്റ്റന്റ് വിൽ ഗിവ് യു ദ ഡാഷ്ബോർഡ്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പം എന്താണ് നിങ്ങളുടെ കയ്യിലൊരു ഞാൻ എപ്പോഴും നിങ്ങളൊരു പെയ്ഡ് പ്ലാൻ ആണെങ്കിൽ കുഴപ്പമില്ല, അത്യാവശ്യം വലിയ ഫിനാൻഷ്യൽ ഡാറ്റ ഒന്നും നിങ്ങളൊരു പെയ്ഡ് പ്ലാൻ ആണെങ്കിൽ അവർ ട്രെയിനിങ്ങിൽ ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്ന പെയ്ഡ് പ്ലാൻ ഡു എന്താണ് അതിനൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ഡാഷ്ബോർഡ് ആക്കി ക്രിയേറ്റ് ചെയ്ത് തരണം എന്ന് പറയാം. അപ്പൊ അതിന് ക്ലൗഡില് നിങ്ങൾ ഇഫ് യു ആർ ന്യൂ ടു ദിസ്, ക്ലൗഡിൽ ആർട്ടിഫാക്ട്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. ആർട്ടിഫാക്ട്സ് ഇതുപോലെ നമുക്ക് HTML ആയിട്ടും മറ്റൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുന്ന ഒരു സംഗതിയാണ്.
ഇപ്പം ഡാഷ്ബോർഡ്സുകൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ആർട്ടിഫാക്ട്സ്. അപ്പൊ നിങ്ങൾ പറഞ്ഞാൽ മതി, എന്ത് നിങ്ങൾ പ്രോംപ്റ്റ് ചെയ്യുമ്പോൾ പറഞ്ഞാൽ മതി എനിക്ക് ഈ ഒരു ഡാറ്റ ആർട്ടിഫാക്ട്സിലാക്കിയിട്ട് ബിൽഡ് ചെയ്താണ്. സിമിലർ സാധനം ചാറ്റ് ജിപിടിയിലും അവൈലബിൾ ആണ്. ഓക്കെ, then we are moving. ഓക്കെ, അപ്പൊ ഇതിൽ ഞാൻ എപ്പോഴും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഓപ്പറേഷൻസിനെ അധികം ടച്ച് ചെയ്യാത്തതിന് കാരണം ഡിഫറെന്റ് കമ്പനീസ് ഹാവ് ഡിഫറെന്റ് ഓപ്പറേഷൻസ് പാറ്റേൺസ് ആൻഡ് ഓൾ. അപ്പോൾ മേ ബി കസ്റ്റമർ എന്താണ് നിങ്ങൾക്ക് പ്രൊജക്ട് ഉണ്ടാവാം, ടാസ്കുകൾ ഉണ്ടാവും. പ്രൊജക്ട് മാനേജ്മെന്റ് സിസ്റ്റംസുകൾ ആക്ച്വലി വെച്ച് ചെയ്യാം. അപ്പൊ എപ്പോഴും പ്രൊജക്ട് മാനേജ്മെന്റ് സിസ്റ്റത്തിലെ ഒരു പ്രധാന പ്രശ്നം ഇത് ഫില്ല് ചെയ്യണം എന്നുള്ളതാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം. അതായത് ഇപ്പൊ ഈ ടാസ്കുകളൊക്കെ ഓരോരുത്തർ ടാസ്ക് ഇത് അംജിത് ചെയ്യേണ്ടത്, ഷമീർ ചെയ്യേണ്ടത്, ഇത് എഴുതി വെക്കണമല്ലോ. ഇതൊരു പണിയാണ്, ഇതിനൊരാൾ നമ്മൾ വെക്കണം, അല്ലെങ്കിൽ അത് ഫില്ല് ചെയ്യണം. അപ്പൊ ഞാൻ ഒരാൾ ERP-യിൽ കയറണത് പോയിട്ട് ക്ലിക്ക് ചെയ്ത് ഞാൻ ചെയ്തു നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ കയ്യിൽ ഒരു വാട്സ്ആപ്പ് നമ്പർ ഉണ്ട്. ആ വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങളൊരു ടാസ്ക് അസൈൻ ചെയ്യുന്നു, ഇന്ന ആൾക്ക് ചെയ്യണം. അപ്പൊ ഓട്ടോമാറ്റിക് നിങ്ങളുടെ ERP-യിൽ അത് ഫില്ല് ചെയ്യുന്നു. അത് ആളുകൾക്ക് എംപ്ലോയീസിന് നോട്ടിഫിക്കേഷൻ ആയിട്ട് പോകുന്നു. എംപ്ലോയി അത് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൽ തന്നെ റിപ്ലൈ ചെയ്ത സാധനം ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ERP-യിൽ അപ്ഡേറ്റ് ചെയ്യുന്നു. അതൊന്നും നാച്ചുറൽ വോയിസ്, കാരണം ആ നാച്ചുറൽ വോയിസിൽ കിട്ടുകഴിഞ്ഞാൽ ട്രാൻസ്ക്രിപ്ഷൻ നമ്മൾ പറയുന്നത്, ഇപ്പൊ ഞാൻ ഇന്ന കാര്യങ്ങൾ പറയുന്നു, AI ഇത് പ്രോസസ് ചെയ്തിട്ട് എന്താണ് ഇയാൾ ഉദ്ദേശിച്ചതെന്നനുസരിച്ചിട്ട് ERP-യുടെ MCP വെച്ച് അയാൾ തിരുത്തും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഞാൻ രണ്ട് കാര്യം, എനിക്ക് സമയക്കുറവുണ്ട്, ഞാൻ ഡെഫിനറ്റ്ലി നിങ്ങൾ മനസ്സിലാക്കണമെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെന്ന് തോന്നുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഞാൻ ആഫ്റ്റർ ദിസ് മീറ്റിംഗ് ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഗൈഡ് നിങ്ങൾക്ക് തരാം. നമ്മുടെ ഒരു ആഫ്റ്റർ ദിസ് ഗൈഡ് നിങ്ങൾക്ക് ഇതിന്റെ ഈ രണ്ട് സാധനം എങ്ങനെ ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ഗൈഡ് നിങ്ങൾക്ക് തരാം. ഡെഫിനറ്റ്ലി ദർ ഇസ് നീഡ് ഫോർ എ ഗൈഡ് റൈറ്റ് നൗ. നിങ്ങൾ തന്നെ ചാറ്റ് ജിപിടിയും അതിലൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. ഇഫ് someone needs definitely ask, we can give that one. ഓക്കെ, അപ്പൊ രണ്ട് സാധനങ്ങളുണ്ട്. അപ്പൊ ഒന്ന് ഇപ്പൊ വെച്ചാല് ഈ നിങ്ങൾക്ക് അറിയാം ക്ലൗഡും എന്താണ് ചാറ്റ് ജിപിടി പോലത്തെ ടൂളുകൾക്ക് അപ്പുറത്തേക്ക് ഇന്ന് കുറച്ചും കൂടിയും ഒരേ സമയം നിങ്ങളുടെ ഫോണിലും, ഈവൻ ക്ലൗഡൊക്കെ നിങ്ങൾക്ക് ഫോണിലാണ്, എന്നാൽ നമ്മൾ ലാപ്ടോപ്പിൽ അടിക്കുന്ന സാധനം ഫോണിൽ അവൈലബിൾ ആവുന്ന സാധനമാണ്. എല്ലാത്തിലും ഉപയോഗിക്കാൻ പറ്റുന്ന ചില ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ചില ഏജന്റിക് AI സംഗതികൾ ഇപ്പോൾ അവൈലബിൾ ആണ്. കൂടുതൽ ആളുകൾ അതിലാണ് ഈ പറയുന്ന സാധനങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ചില ഓട്ടോമേഷൻസുകൾ ഉണ്ട്. അപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞു ഇവന്റെക്സിന്റെ ബ്ലോഗ് എഴുതുന്ന ഒരു AI ഏജന്റ് ഉണ്ട് നമുക്ക്. ഞാനതിനെ ഹൈബോട്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ ഒരു നെയിം ചെയ്തിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഇവന്റെക്സിന്റെ ആ AI ഏജന്റ് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഡെയിലി ഞാൻ നേരത്തെ പറഞ്ഞ 6 മണിയാകുമ്പോൾ എനിക്ക് റിപ്പോർട്ട് വരും, ഇന്നത്തെ ബ്ലോഗ് പോസ്റ്റ് ഇതാണ്. 5 മണിക്ക് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഞാൻ ചെയ്ത വേറൊരു സാധനമാണ്, എല്ലാ ദിവസവും 9 മണിയാകുമ്പോൾ അന്നത്തെ AI റിലേറ്റ് ചെയ്ത മുഴുവൻ ന്യൂസുകളും അരച്ച് പെറുക്കി അതിന്റെ ഒരു സമ്മറി ആയിട്ട് എനിക്ക് ഒരു സാധനം രാവിലെ എനിക്ക് അയച്ചു തരും. ഒപ്പം ഒരു വോയിസ് ആക്കിയിട്ടും അയച്ചു തരും. ഈ അയച്ചു തരുന്നതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കണ്ടിന്യൂസ്ലി ഓപ്പറേറ്റ് ചെയ്യണം, എല്ലാ ദിവസവും ഇത് വർക്ക് ചെയ്യണമല്ലോ. അപ്പൊ എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പ് തുറന്നു വെക്കണം. ഓക്കെ, ഒന്നെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പ് തുറന്നു വെക്കണം, എന്നാലും ഇത് റൺ ചെയ്ത് വെറുതെ റൺ ചെയ്യില്ലല്ലോ. അല്ലെങ്കിൽ നമ്മൾ ഈ സാധനത്തെ എവിടെയെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ആയിട്ട് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പൊ അങ്ങനെ സ്റ്റോർ ചെയ്തൊക്കെ വെക്കുന്ന രീതിയിലുള്ള ചില AI ഏജന്റിക് സോഫ്റ്റ്വെയർസുകളാണ്, ഓപ്പൺ സോഴ്സ് സാധനങ്ങളാണ്. രണ്ട് സോഫ്റ്റ്വെയർസ് ആണ് കാര്യമായിട്ടുള്ളത്. ഒന്ന് ഓപ്പൺ ക്ലോ എന്നുള്ളതാണ്, രണ്ടാമത്തത് ഹെർമസ് ഏജന്റ് എന്നുള്ളതാണ്. നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഓപ്പൺ ക്ലോ, ഹെർമസ് ഏജന്റ്. ഓക്കെ, ഈ രണ്ട് സാധനത്തിന്റെ പ്രസക്തി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സെർവർ ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ അകത്ത് കൊടുത്ത് ഹോസ്റ്റ് ചെയ്യാം. ഐ നോ ദിസ് ഇസ് എ ടെക്നിക്കൽ തിങ്, പക്ഷെ ഇതൊന്നും ടെക്നിക്കൽ അല്ലാതെ നിങ്ങളുടെ ലാപ്ടോപ്പിനകത്തും എന്ത് ചെയ്യാം, ഇത് റൺ ചെയ്യാം. നിങ്ങളുടെ കയ്യിലൊരു ലാപ്ടോപ്പ് ഉണ്ട്, ലാപ്ടോപ്പിലോ സിസ്റ്റം കംപ്ലീറ്റ്ലി ഓൺ ആക്കുന്ന സാധനം, നിങ്ങൾക്ക് ഈ സാധനം നിങ്ങളുടെ സിസ്റ്റത്തിന്റെ അകത്ത് ഇടാം. ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഫ്രീ എന്ന് ഉദ്ദേശിക്കുന്നത് AI ഫ്രീ ആയതല്ല, അതിന്റെ സോഫ്റ്റ്വെയർ ഇസ് ഫ്രീ ആക്ച്വലി. ക്ലൗഡ് പോലെ ഇതാക്കേണ്ട സാധനമില്ല, അതിൽ പറയാം. പിന്നെ നമുക്ക് ഒരേ സമയം വാട്സപ്പ് വഴിയും ടെലഗ്രാം വഴിയൊക്കെ അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും എന്നതാണ് അതിന്റെ ഒരു പ്രത്യേകത. ബ്രിങ് യുവർ ഓൺ മോഡൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരേ സമയം ക്ലൗഡ് ഉപയോഗിക്കാം, ചാറ്റ് ജിപിടി ഉപയോഗിക്കാം, ജെമിനി ഉപയോഗിക്കാം, ഏത് സാധനം. നേരത്തെ പറഞ്ഞ എന്റെ ഒരുവിധ ടൂൾസുകൾ ഒരേ സമയം ക്ലൗഡിൽ വർക്ക് ചെയ്യുന്ന സംഗതികളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ ഈ ഹെർമസ് ഏജന്റിൽ ഞാൻ ഓപ്പൺ ക്ലോ ഉപയോഗിക്കുന്നുണ്ട്, ഹെർമസ് ഏജന്റ് ഉപയോഗിക്കുന്നുണ്ട്. രണ്ടിലും വർക്ക് ചെയ്യുന്ന സംഗതികളുണ്ട്. ഈ ടെലഗ്രാം വഴി വരുന്നതെന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ ആക്ച്വലി ഹെർമസ് ഏജന്റ് ആണ്. സിമിലർ സാധനം, രണ്ടും ഒരേ ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർസ് ആണ്. കുറച്ചുകൂടി ഗ്രോ ചെയ്യുന്ന സാധനമാണ് ഇപ്പൊ ഹെർമസ് ഏജന്റ് എന്ന് പറയുന്നത്. ഇതൊരു എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക, ജസ്റ്റ് അതിന്റെ ഒരു വിൻഡോ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്കൊരു ടൈം ബൗണ്ടഡ് ആയതുകൊണ്ട്. ഇപ്പോൾ ഇതിപ്പോ ഹെർമസ് ഏജന്റ് ആണ്. പിന്നെ ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി ചാറ്റ് ജിപിടിന്റെ സബ്സ്ക്രിപ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഇനഫ്. ഓക്കെ, ഇപ്പൊ ഇത് ഹെർമസ് ഏജന്റ് ആണ്. ഇതിന് ഗുണം എന്ന് വെച്ചാൽ എന്റെ ഇത് നമ്മുടെ സിസ്റ്റത്തിന്റെ അകത്ത് തന്നെ റൺ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ പറയണ എന്റെ ഡെസ്ക്ടോപ്പ് എന്ത് ചെയ്യണം,
ഒന്ന് അല്ലെങ്കിൽ എന്റെ ഡൗൺലോഡ് ഫോൾഡർ ഒന്ന് ഓർഗനൈസ് ചെയ്ത് തരാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഡൗൺലോഡ് ഫോൾഡർ ഒരു സോഫ്റ്റ് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ആണ്. ഡെസ്ക്ടോപ്പ് ഒക്കെ അത് എന്ത് ചെയ്ത് തരും, ഓർഗനൈസ് ചെയ്ത് തരും. നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് സോഫ്റ്റ്വെയറുകൾ സെറ്റ് ചെയ്യാൻ പല ഓപ്ഷൻസുകളുണ്ട്. ഞാൻ ഇപ്പോൾ പല സാധനങ്ങൾ ഇതിന്റെ അകത്ത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. മേ ബി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഐ വിൽ ട്രൈ. ഓക്കെ, യാ, നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോസ്റ്റേഴ്സുകൾ ആക്ച്വലി നിങ്ങൾക്ക് ഇതിന്റെ അകത്തു നിന്നാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തതെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു പാറ്റേൺ കാണിച്ചു തരാം. I don't know whether it's giving എനിക്ക് തോന്നുന്നത് ടെലഗ്രാമിലൂടെ വരുന്ന സാധനമാണ്. മേ ബി ടെലഗ്രാം. ഓക്കെ, ഇനി ഞാൻ ടെലഗ്രാം യൂസ് വഴിയാണ് അത് അത്തരം സാധനങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഇമേജസ് അതിൽ കാണിക്കുന്നില്ല. ഓക്കെ, ഡെഫിനറ്റ്ലി. ഓക്കെ, കൂൾ. നിങ്ങൾക്ക് ഇത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ, നിങ്ങളുടെ ടീമിലും ആരെങ്കിലും ടെക്നിക്കൽ ടീം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഹെർമസ് ഏജന്റോ ഓപ്പൺ ക്ലോ ഒക്കെ സെറ്റപ്പ് ചെയ്ത് തരാൻ അത്തരം ടീമുകളോട് പറയുന്നത് നല്ലതാണ്. എന്നിട്ട് നിങ്ങളുടെ ബിസിനസ് ഓപ്പറേഷൻസ് അതിന്റെ അകത്താക്കി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങൾക്ക് ലീഡ്സ് വരും. നിങ്ങൾക്ക് ഉറങ്ങുമ്പോൾ ലീഡ്സിലേക്ക് സെൻഡ് ചെയ്യും. അത്തരം കാര്യങ്ങളൊക്കെ റൺ ചെയ്ത് പോകും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടി നിങ്ങളോട് പറയാനുള്ളത്, ജസ്റ്റ് ആസ് എ ഫൗണ്ടർ കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങളാണ് ഇതിന്റെ ഇംപ്ലിമെന്റേഷൻസിനെ കൊണ്ടുപോകേണ്ടത്. നിങ്ങളുടെ കമ്പനിയിലെയും ഇതിനൊക്കെ ഇംപ്ലിമെന്റേഷൻ കൊണ്ടുപോകേണ്ടത്. ഇത് നിങ്ങൾ ടെക്നിക്കലി പഠിക്കണമെന്ന് ഞാൻ ഒരിക്കലും ഭയങ്കര എങ്ങനെ ചെയ്യാൻ എന്നുള്ളത് A to Z പഠിക്കണം എന്നുണ്ട്. ഇഫ് യു ആർ എ ടെക്നിക്കൽ പേഴ്സൺ ഡെഫിനറ്റ്ലി ഗോ ആൻഡ് റോം അറൌണ്ട് ദാറ്റ്. ഇറ്റ്സ് എ വെരി നമുക്ക് പറ്റുന്ന ഏറ്റവും നല്ലൊരു ഏരിയ ആണ്. യു ക്യാൻ ഡു ദാറ്റ്. അപ്പൊ നിങ്ങൾ ഒരു ഡയറക്ഷൻ ഇതാക്കുക, നിങ്ങൾ ടീം ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ള ഒരു പാറ്റേൺ ആയി കുറച്ചുകൂടി. ഓക്കെ, ഹലോ, കേൾക്കുന്നില്ലേ? ഓക്കെ, നിങ്ങൾ ടീം ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ള ഒരു പാറ്റേൺ ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. ആ രീതിയിലേക്ക് നിങ്ങൾ കൊണ്ടുപോകാം. ഇനി ഞാൻ പറയണമെന്ന് വിചാരിച്ച ഒരു സാധനം കൂടി ഉണ്ടായിരുന്നു. ആസ് എ ഫൗണ്ടർ ചില കാര്യങ്ങൾ, അതായത് ഇപ്പൊ കമ്പനിയുടെ ഓപ്പറേഷൻസ് അല്ല പറഞ്ഞത്, ആസ് എ ഫൗണ്ടർ നമുക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഒരു 1 hour യൂട്യൂബ് വീഡിയോ ഉണ്ട്, യൂട്യൂബ് AI ഏജന്റ് സമ്മറൈസ് ദാറ്റ്, സമ്മറൈസ് ചെയ്ത് വായിക്കുക, മനസ്സിലാക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ സംഗതികൾ ഉപയോഗിക്കുക. മോർണിംഗ് ഡൈജസ്റ്റുകൾ ഒരു ഫൗണ്ടർ എന്ന നിലയ്ക്ക് എപ്പോഴും മോർണിംഗ് ഡൈജസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ CRM നിന്ന് ERP-ലെ ഡാറ്റ രാവിലെ 8 മണിക്ക് നിങ്ങൾക്ക് ഒരു ഡാറ്റ ആക്കി കിട്ടണം എന്നുള്ളതാക്കുക. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഡാറ്റ ഉണ്ടെങ്കിൽ അത് ഡാഷ്ബോർഡ് ആക്കി കൺവേർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് റിസർച്ചസുകൾ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ വോവൻ പോലത്തെ ടൂൾ ഉപയോഗിച്ചിട്ട് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് ചെയ്യാം. ഇങ്ങനത്തെ ഒരു സംഗതികൾ നിങ്ങൾ കൊണ്ടുപോകുക എന്നുള്ളതാണ്. പിന്നെ ഡെഫിനറ്റ്ലി എപ്പോഴും AI ആണ് ചെയ്യുന്ന സാധനങ്ങൾ കറക്റ്റ് ആണോ എന്നുള്ളത് എപ്പോഴും ചെക്ക് ചെയ്യണം. ഒരു സംഗതികൾ ചെയ്യണം. നല്ല രീതിയിൽ തന്നെ ഓട്ടോമേഷൻസ് ബിൽഡ് ചെയ്യണം. ആ സാധനങ്ങളൊക്കെ കൂടി നോക്കുക. ഞാൻ കുറച്ചുകൂടി ഫാസ്റ്റർ ആക്കി എൻഡ് ചെയ്യാണ്. പിന്നെ ഓക്കെ, ഓക്കെ, ഇതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആസ് എ ഫൗണ്ടർ നമുക്ക് ഉണ്ടാവേണ്ട ഒരു പ്രധാന സ്കിൽ എന്ന് പറയുന്നത് എപ്പോഴും ലേൺ ഹൗ ടു ലേൺ എന്നുള്ളതാണ്. എങ്ങനെ പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ ഡെഫിനറ്റ്ലി നിങ്ങൾ എല്ലാവരെയും കൺഗ്രാജുലേറ്റ് ചെയ്യണം. കാരണം നിങ്ങളൊരു ഇനീഷ്യേറ്റീവും കൂടിയാണ്. എന്താണ് ഏജന്റിക് AI എന്നുള്ളത് മനസ്സിലാക്കാനുള്ള നിങ്ങളൊരു ഇനീഷ്യേറ്റീവാണ് നിങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾ ലേൺ ചെയ്യൽ വളരെ പ്രധാനമാണ്. അപ്പൊ ലേൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ് എന്തൊക്കെ പഠിക്കണം, കുറേ സാധനം എന്താ പഠിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പൊ ഞാൻ എപ്പോഴും ഇപ്പൊ പുതിയ കാലത്ത് പണ്ടൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരോടും പറയാം നിങ്ങൾ ഒരു സാധനത്തിൽ എക്സ്പേർട്ട് ആവണം എന്നാ പറയാം. ഇപ്പൊ നേരെ തിരിച്ചാണ്. നിങ്ങൾ എക്സ്പേർട്ടുകൾ ആവുന്നതിനേക്കാൾ നിങ്ങൾ ഒരു ജനറലിസ്റ്റ് ആവുക എന്നുള്ളതാണ്. AI ജനറലിസ്റ്റ് ആവുക എന്ന് വെച്ചാൽ എല്ലാത്തിനെ കുറിച്ചൊരു ബേസിക് ജനറൽ നോളജ് നിങ്ങൾക്ക് ഉണ്ടാവണം. കാരണം നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന AI ആണ്. അപ്പോൾ ആ AI-നോട് പറയാൻ പറ്റുന്ന ചില സാധനം ഉണ്ടാവണം. അപ്പൊ നിങ്ങൾ പറയാം നിങ്ങൾക്ക് എന്താണ് MCP നിങ്ങൾക്ക് അറിയില്ല, എന്താണ് സ്കിൽസ് നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ അതേസമയം MCP എന്താണ്, സ്കിൽസ് എന്താണെന്ന് ജനറലി നിങ്ങൾക്ക് അറിഞ്ഞാൽ ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് AI-നോട് പറയാം എനിക്കൊരു ഇന്നൊരു സ്കിൽ ഉണ്ടാക്കി തരണം, എനിക്ക് ഏതാണ് ഇതിനെ പറ്റിയൊരു MCP എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. ഈ ചോദിക്കണമെങ്കിൽ യു ഷുഡ് ഹാവ് ടു ബി എ AI ജനറലിസ്റ്റ്. ഒരു ജനറലിസ്റ്റ് ആവണം, ഒരു AI പെർസ്പെക്റ്റീവ് ജനറലിസ്റ്റ് ആവണം എന്നതാണ് ഞാൻ പറയാം. അതാണ് പുതിയ കാലത്തെ ഓണ്ടർപ്രണർ സാധനം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ ഇതോടുകൂടി എന്റെ ഒരു സെഷന്റെ കൺക്ലൂഡ് ചെയ്യാണ്. നിങ്ങൾക്ക് ലിങ്ക്ഡിനിൽ കണക്ട് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ സെഷന്റെ റീക്യാപ്പും ടേക്ക് അവേസ് ഒക്കെ നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് നിന്നുള്ള റൈറ്റ് ഇതിലേക്ക് പോകാം. ഓൾറെഡി അത് ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. You can follow that even after the event ends. You can also follow that one. ഇനി നമുക്ക് തോന്നുന്നു കുറച്ചുകൂടി Q&A-യിലേക്ക് പോവാം. ഓക്കെ,
ഒരു ചോദ്യം വന്നിട്ടുള്ളത്, is there any element of risk in giving agents access to our financial data, email communications? If yes, what section is the risk elements? Okay, അപ്പൊ അതില് രണ്ട് മൂന്ന് സാധനങ്ങൾ ചെയ്യണം എപ്പോഴും. ഞാൻ എപ്പോഴും പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ നമുക്ക് ഏജൻസിന് ആക്സസ് കൊടുക്കാം. ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ അപ്രൂവലിന്റെ ശേഷം ആക്സസ് കൊടുക്കാം. അപ്പൊ ഞാൻ എപ്പോഴും ഇമെയിൽ ഒക്കെ സെൻഡ് ചെയ്യുമ്പോൾ ഇഫ് ചില നമുക്ക് ഇതിനെ ഗാർഡ് റെയിൽ ചെയ്യാന്നാണ് പറയാം. നമ്മൾ മെയിൽ അത് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. നമ്മൾ സമ്മതമില്ലാതെ ഇമെയിൽ സെൻഡ് ചെയ്യേണ്ടതില്ല, ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചാൽ മതി, സെൻഡ് ബട്ടൺ ഞാൻ അമർത്താം എന്ന് കൊടുക്കാം. അതേസമയം അയക്കാൻ പറ്റുന്ന ചില മെയിൽസുകളും കാര്യങ്ങളും ഉണ്ടാവും. ചിലപ്പോൾ മേ ബി ലീഡ്സ് ഒക്കെ ചിലപ്പോൾ കുഴപ്പമില്ല അങ്ങനെ അയക്കാൻ പറ്റുന്ന ഒരു സാധനം. ചിലപ്പോൾ ഒരു സിഇഒന്റെ ഇമെയിൽസ് ചിലപ്പോൾ എല്ലാ ഇമെയിൽസും അങ്ങനെ അയക്കാൻ റിപ്ലൈ ചെയ്യാൻ കൊടുക്കുന്നത് ചിലപ്പോൾ അബദ്ധമാവാൻ നല്ല സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഡാറ്റ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളൊരു പെയ്ഡ് പ്ലാൻ ആണെങ്കിൽ യു ക്യാൻ ഓപ്റ്റ് ഔട്ട് ട്രെയിനിങ് ഡാറ്റ. നിങ്ങൾ ഡാറ്റ ട്രെയിൻ ചെയ്യുന്നതിൽ ഓപ്റ്റ് ഔട്ട് ചെയ്യാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനൊരു ഇതുണ്ടാവും. സ്റ്റിൽ ദർ ആർ സം റിസ്ക് എലമെന്റ്സ് ലൈക്ക് നിങ്ങളുടെ ഹ്യൂജ് ഡാറ്റ അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഡാറ്റ എടുത്തിട്ട് എന്തോ ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. അതിന്റെ റിസ്ക്, ഓരോ ഡാറ്റയുടെ റിസ്ക് ഫാക്ടർ വെച്ചിട്ട് ഡെഫിനറ്റ്ലി ദർ ആർ സം റിസ്ക് എലമെന്റ്സ് ഇൻ ദാറ്റ് വൺ. റെക്കോർഡിംഗ്സ് നമുക്ക് ആഫ്റ്റർ ദി സെഷൻ നിങ്ങൾക്ക് കൈമാറുന്നതായിരിക്കും. റെക്കോർഡിംഗ്സ് ആൻഡ് സർട്ടിഫിക്കറ്റ് ഐ തിങ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അൺമ്യൂട്ട് ചെയ്തും ചോദിക്കാം. നേരത്തെ ടൈപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത് വോവന്റെ പ്ലഗിൻ ആയിരുന്നു. യെസ്, അത് പ്ലഗിൻ അല്ല, അത് ആക്ച്വലി അതൊരു സെപ്പറേറ്റ് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ആണ് ആക്ച്വലി. അപ്പോൾ അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട്, അത് ആക്ച്വലി ഫ്രീ സാധനങ്ങൾ അവൈലബിൾ ആണ്, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വോവൻ എന്നാണ് പേര്. അപ്പോൾ അതിൽ ലോക്കലി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസുകൾ ഉണ്ട്, മോഡൽസ് ഉണ്ട്. അത് കണക്ട് ചെയ്താൽ മതി. ജസ്റ്റ് ഇംഗ്ലീഷ് പോലത്തെ സാധനങ്ങൾ പറ്റും. മലയാളത്തിന് ചിലപ്പോൾ ഒരു ടെക്നിക്കൽ ഇത് വേണ്ടി വരും, കാരണം അത്ര ഇതിലേക്ക് എത്തുന്നുള്ളൂ ചില. അതേസമയം ഇംഗ്ലീഷ് സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സാധനങ്ങൾ തന്നെ ഇംഗ്ലീഷിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. വിസ്പർ ഫ്ലോ ഇസ് അനദർ വൺ. കുറെ സാധനങ്ങളുണ്ട്. വിസ്പർ ഫ്ലോ ഫുൾ ഫ്രീ അല്ല, പെയ്ഡ് വേർഷൻസും ഉണ്ട്. വിസ്പർ ഫ്ലോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതില് ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പം ഡ്രാഫ്റ്റിങ്ങിന് ഇപ്പം SOP ഡ്രാഫ്റ്റിംഗ്, അത് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോ പുതിയ കാലത്ത് ഞാൻ പറയുന്നത് വെച്ചാൽ AI എന്ന് പറഞ്ഞാൽ ഭയങ്കര പവർഫുൾ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഓരോ മോഡൽസും പവർഫുൾ ആയി വന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ വർഷം കണ്ട മോഡൽസ് അല്ല ഈ വർഷം ഉള്ളത്, അല്ല കഴിഞ്ഞ മാസം കണ്ട മോഡൽസ് അല്ല ഈ മാസം ഉള്ളത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ ഇന്ന മോഡൽ ബെസ്റ്റ്. ഇപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു 90% ഓഫ് നമ്മുടെ ഓപ്പറേഷൻസിനും ചെയ്യാൻ പറ്റിയ മോഡൽസുകളൊക്കെ എല്ലാ മോഡൽസും ഇപ്പൊ പവർഫുൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം ഒരു SOP, ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്രാഫ്റ്റിങ്ങോ SOP ഡ്രാഫ്റ്റ് എന്ത് സാധനത്തിനും ആക്ച്വലി നിങ്ങൾക്ക് ക്ലോഡോ, ഞാൻ കുറച്ചുകൂടി നിലവിൽ ഏറ്റവും പവർഫുൾ ആയിട്ട് മോഡൽ എന്നുള്ളത് ക്ലോഡ് ആണ്. ഇപ്പൊ ക്ലോഡിന്റെ ഫാബിൾ മോഡലാണ്. പിന്നെ അതിന് തൊട്ടടുത്തോ മറ്റൊക്കെ ആയിട്ടാണ് GPT-ന്റെ സോൾ എന്ന് പറയുന്ന GPT 5.6 നിൽക്കുന്നത്. രണ്ട് മോഡൽസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇതിന്റെ ഒക്കെ ഇതൊക്കെ ഒരു ചാറ്റ് സിസ്റ്റത്തിൽ ചോദിച്ച് ഡ്രാഫ്റ്റ് ചെയ്ത് കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഈസി. അതിന് ഏത് മോഡൽസും അത് ചെയ്തു തരും. പ്രശ്നം നിങ്ങൾ എവിടെയാണ് SOP ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഇതാക്കുന്നത് അനുസരിച്ചിട്ട് അവിടെ കൊടുന്ന് പേസ്റ്റ് ചെയ്യാൻ. അപ്പോൾ അതിന് നിങ്ങളുടെ ERP-യോ CRM ഒക്കെ ഇതിലേക്ക് കണക്ട് ചെയ്യാണ് വേണ്ടത്. Can we set up a WhatsApp to send automated voice notes to the leads customer? Definitely നമുക്ക് പറ്റും. അതായത് നമുക്ക് അതിന് 2-3 സംഗതികളാണ് വേണ്ടി വരിക. ഞാൻ പറഞ്ഞ ഒന്ന് ഇപ്പം 11 ലാബ്സ് പോലത്തെ അല്ലെങ്കിൽ ഇപ്പോൾ ഗൂഗിളിന്റെ ജെമിനൈ പോലത്തെ ഒക്കെ AI മോഡൽസ്, ഇതൊക്കെ മോഡൽസുകൾ ദേ ക്യാൻ കൺവേർട്ട് ടെക്സ്റ്റ് ടു വോയിസ്. ഓക്കെ, ടെക്സ്റ്റിനെ വോയിസ് ഇതാക്കി. അപ്പൊ AI ജനറേറ്റ് ചെയ്യുന്ന ടെക്സ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഈ AI എന്ത് ചെയ്യും, ഈ 11 ലാബ്സിന്റെ MCP വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ API വെച്ചിട്ടോ എന്ത് ചെയ്യും, MCP വെച്ചിട്ടോ ഇതിനെ എന്താക്കി മാറ്റും, വോയിസ് ആക്കി മാറ്റും. ഈ വോയിസിനെ ആക്ച്വലി വാട്സപ്പിന്റെ ഇത് വെച്ചിട്ട് വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് പുഷ് ചെയ്യാൻ പറ്റും ഓട്ടോമാറ്റിക്കലി സെൻഡ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ടെലഗ്രാമിൽ എനിക്ക് ഈ വോയിസ് ആയിട്ടാണ് അയക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള വോയിസ് സാധനങ്ങളൊക്കെ ചെയ്യാം. ചില AI മോഡൽസ് ഈവൻ 11 ലാബ്സ് ഒക്കെ നിങ്ങളുടെ വോയിസ് തന്നെ, നിങ്ങളുടെ ഒരു 1 മിനിറ്റോ 30 സെക്കൻഡ് വോയിസ് ഒക്കെ കൊടുത്താൽ 11 ലാബ്സ് നിങ്ങളുടെ വോയിസ് തന്നെ ആക്ച്വലി മിമിക് ചെയ്യാൻ പറ്റും. Definitely. Is there any particular skills or way to minimize the usage of cloud tokens? Yeah, ഒരു അങ്ങനത്തെ കുറെ സ്കിൽസുകൾ ഉണ്ട്. ഓക്കെ, അപ്പൊ അതിലൊന്ന് കേവ്മാൻ എന്ന് പറയുന്ന ഒരു, I'll write that one. കേവ്മാൻ
പ്രോബ്ലമൈസ്ഡ് ആണ് വേർഡ് പോട്ടെ. കേവ്മാൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അതായത് ക്ലോഡിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ക്ലോഡ് ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയും. അപ്പൊ ഇതിന്റെ ഒക്കെ പ്രശ്നം ടോക്കൺസ് ആണ്. ടോക്കൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറേറ്റ് ചെയ്യുന്ന വേർഡ്സിനെ നമുക്ക് മനസ്സിലാൻ വേണ്ടി പറയാം ടോക്കൺസ് എന്ന് വിളിക്കാം. അപ്പൊ ജനറേറ്റ് ചെയ്യുന്ന വേർഡ്സിന് ടോക്കൺസ് വിളിക്കാം. ദർ ആർ സം ടെക്നിക്കൽ തിങ്സ് ബിഹൈൻഡ് ദാറ്റ്, ലീവ് ദാറ്റ് വൺ. അപ്പോ എന്താ വെച്ചാല് നമ്മൾ പറയാണ്, ഇപ്പൊ AI പറയാണ് ദർ ഈസ് വൺ പ്ലേസ് എന്നൊക്കെ പറഞ്ഞാൽ ദർ ഈസ് വൺ പ്ലേസ്. ഓക്കെ, അപ്പൊ ഇവിടെ 4-5 ടോക്കൺസ് ജനറേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇത്രയും വേർഡ്സുകൾ ജനറേറ്റ് ചെയ്യാൻ ആക്ച്വലി. അപ്പൊ കേവ്മാൻ മോഡ് എന്ന് പറഞ്ഞൊരു സ്കില്ല് ചെയ്ത് കഴിഞ്ഞാൽ AI എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര സെന്റൻസ് ആയി പറയാതെ വൺ പ്ലേസ്, ദർ ഈസ് വൺ പ്ലേസ് കോൾഡ് കോഴിക്കോട് എന്ന് പറയുന്നതിന് പകരം വൺ പ്ലേസ് ഹൈഫൺ കോഴിക്കോട് എന്ന് പറഞ്ഞാലും സംഭവം വർക്കാവും. അപ്പൊ അവിടെ 6 വേർഡ് ഉപയോഗിക്കുന്നതിന് പകരം ഇവിടെ 3 വേർഡാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഒരു പാറ്റേണിൽ ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ് കേവ്മാൻ എന്ന് പറയുന്ന ഒരു MCPs ആൻഡ് സ്കിൽസ് ആർ ദർ. യു ക്യാൻ ഇൻസ്റ്റാൾ ദാറ്റ് സ്കിൽ. വേറെ എന്തെങ്കിലും ഉണ്ടോ? അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാട്ടോ. നിങ്ങളുടെ ബിസിനസ് ഇതിനൊക്കെ വെച്ചിട്ടും വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ടൈം അനുവദിക്കുമെന്ന് അറിയില്ല. ബട്ട് സ്റ്റിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒരു കൺക്ലൂഡ് ചെയ്യുകയും ചെയ്യാം 9 മണിയാണ്. ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ടൈം ഏകദേശം, നമ്മൾ അനുവദിച്ച ടൈം ഏകദേശം ആയിട്ടുണ്ട്. അപ്പൊ നമുക്കത് കൺക്ലൂഡിങ്ങിലേക്ക് നീങ്ങാന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടോ അല്ല എന്തെങ്കിലും കൺസൾട്ടിങ് റീച്ച് ഔട്ട് ചെയ്യാം, നമ്മളിവിടെ ഉണ്ടാവും. പിന്നെ ഞാൻ ആദ്യം തന്നെ അംജദ്ക്ക് ഒരു താങ്ക് യു പറയാണ്. ഇത്രയും കുറെ ടോപ്പിക്കുകൾ ഇത്രയും സമയത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ എടുത്തു തീരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ബട്ട് മോസ്റ്റ് ഓഫ് ദ ടോപ്പിക്സ് കവർ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നിയത് എനിക്ക് അത്യാവശ്യം നല്ലോണം മനസ്സിലായിട്ടുണ്ട്. ബാക്കിയുള്ളവർക്കും ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു സെഷൻ കിട്ടിയതെന്ന് വിചാരിക്കുന്നു. കോംപ്ലക്സ് ടോപ്പിക്സ് ആണ്, ഇതിന്റെ ഒരു ബേസിക് ആണ് ഇപ്പോൾ നമ്മളിപ്പോ ഇവിടെ കണ്ടിട്ടുള്ളത്. ബട്ട് സ്റ്റിൽ താങ്ക് യു അംജദ്. പിന്നെ അതെ, അപ്പോ ഇതില് പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പല ആൾക്കാരും AI യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു പെയിൻ പോയിന്റ് തന്നെയാണ് ശരിക്കും എല്ലാവർക്കും. എന്ന് വെച്ചാൽ ഇപ്പോ എല്ലാ കമ്പനീസും കാര്യങ്ങളും ഒക്കെ ഒരു ലീൻ ടീമിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതായത് 10 എംപ്ലോയീസ് ഉള്ളിടത്ത് ഇപ്പൊ 2 എംപ്ലോയീസ് മതി, 100 ഉള്ളിടത്ത് 20 മതി. കാരണം എല്ലാവരുടെയും പ്രൊഡക്ടിവിറ്റി ഈ AI വളരെയധികം ഇൻക്രീസ് ചെയ്യുന്ന ഒരു സമയമാണിത്. അപ്പോ ഓൾവേസ് അങ്ങനെയുള്ള ടീമുകൾ വിന്നിങ്ങിലേക്ക് പോകുന്ന ഒരു ടൈമാണിത്. മേ ബി നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഈ AI യൂസ് ചെയ്യുന്ന കമ്പനീസിൽ ഉള്ള ഒരു വർക്ക് ഫോഴ്സ് വളരെ കുറവായിരിക്കും. ബട്ട് അവർ AI യൂസ് ചെയ്യാത്തൊരു കമ്പനിയെ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് നമ്മുടെ ബിസിനസ്സിലുള്ള ഓരോ മൺഡെയിൻ ടാസ്കുകൾ ഉണ്ടാവുമല്ലോ, അതായത് നമുക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ടാസ്കുകൾ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ടാസ്കുകൾ, അത് നമ്മൾ എങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ ചിന്തിച്ചു തുടങ്ങാം. അവിടെ എങ്ങനെ AI ഇൻക്ലൂഡ് ചെയ്യാമെന്ന് ചിന്തിച്ചു തുടങ്ങാം. എന്നിട്ട് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെന്ന് വെച്ചാൽ AI ഇപ്പോഴും ഇംപ്ലിമെന്റ് ചെയ്യാത്തത് വളരെയധികം റിസ്ക് ആണ്. മേ ബി ഇതൊരു ടെക്നോളജിയാണ്, മേ ബി നമ്മുടെ ഡാറ്റ അത് കൊണ്ടുപോകും, അങ്ങനത്തെ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ പല ആൾക്കാർക്കും ഉണ്ടാവും. അത് സാധാരണയാണ്. ബട്ട് നമ്മൾ ആലോചിക്കേണ്ട എന്താന്ന് വെച്ചാൽ, ഹിസ്റ്ററി എന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ പണ്ട് മുതലേ ഓരോ ടെക്നോളജി വരുമ്പോൾ അത് എംബ്രേസ് ചെയ്യുന്ന ആൾക്കാരാണ് വിന്നിങ്ങിലേക്ക് പോവുക. നമ്മുടെ കുതിരപ്പുറത്ത് പോയിട്ടുണ്ട്, ഹോഴ്സ് ബാക്ക് റൈഡിങ് ആയിരുന്നു, അതിനുശേഷം കാർ വന്നു. കാർ എന്തായാലും ഈ ഒരു ഹോഴ്സിനെക്കാളും ഫാസ്റ്റർ ആണ്. ഈ ഒരു ബിസിനസ് സെൻസിൽ എടുക്കുകയാണെങ്കിൽ പണ്ട് നമ്മൾ റെക്കോർഡിൽ എഴുതുകയാണ് ചെയ്യാറ്. കമ്പ്യൂട്ടർ വന്നു, കമ്പ്യൂട്ടറിൽ അവിടെ ഇരുന്ന് ടൈപ്പിംഗ് ആയി. പിന്നെ അത് കഴിഞ്ഞ് ലാപ്ടോപ്പ് വന്നപ്പോൾ കുറച്ചുകൂടി ഫ്രീഡം കിട്ടി നമുക്ക്. അങ്ങനെ അത് കഴിഞ്ഞ് ഇന്റർനെറ്റ് വന്നു, അത് കഴിഞ്ഞ് സോഫ്റ്റ്വെയർസ് വന്നു. അപ്പോ ഇതൊക്കെ എംബ്രേസ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് പോലെ തന്നെയാണ് ഇപ്പൊ AI വന്നു. ഇനി AI-നെ നമ്മൾ എംബ്രേസ് ചെയ്യുന്നിടത്ത് നമുക്ക് എന്തായാലും ഒരു എഡ്ജ് ഉണ്ടാവും. കാരണം ഇപ്പം ഉള്ള ഒരു ടൈം എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും AI യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ആരാണോ ഫസ്റ്റ് ചെയ്യുന്നത്, ആരാണോ പെട്ടെന്ന് ഇതിനെ എംബ്രേസ് ചെയ്യുന്നത്, അവർക്ക് ഓൾവേസ് ഒരു എഡ്ജ് തന്നെയാണ്. അപ്പോ ഞാൻ ഇനിയും ഇതിൽ കൂടുതൽ നീട്ടുന്നില്ല. നമ്മള് ഇപ്പം അംജദ് പറഞ്ഞതുപോലെ തന്നെ വെരി ഫാസ്റ്റ് ആയിട്ടാണ് ഈ AI വേൾഡ് മുമ്പോട്ട് പോയിക്കൊണ്ടേ നിൽക്കുന്നത്.
ഇപ്പം കഴിഞ്ഞ മാസം മേ ബി ബെറ്റർ മോഡൽ ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ പറയാൻ ChatGPT ഇന്നേ മോഡലായിരുന്നു. ഇന്നിപ്പം ചോദിച്ചാൽ പറയാൻ അപ്ലോഡ് ഫേബിൾ ആണ്. അപ്പോ ഇത് ഈ ഫൗണ്ടേഴ്സ് എന്ന നിലക്ക് നിങ്ങൾക്ക് ഇത് എപ്പോഴും ഇത് അപ്ഡേറ്റ് ആവാൻ ഇങ്ങനെ ഡെയിലി ഓരോ ആർട്ടിക്കിൾ വായിക്കാനും അതിനൊന്നും സമയം കിട്ടിയെന്ന് വരില്ല. അപ്പൊ നമ്മളൊരു മൈൻഡിൽ വെച്ച ഒരു കോൺസെപ്റ്റ് ആണ് നമുക്കൊരു AI കമ്മ്യൂണിറ്റി. ഇപ്പോൾ ഇത്രയും ആൾക്കാർ ഇതിൽ ജോയിൻ ചെയ്തു, താങ്ക് യു ഫോർ ദാറ്റ് എവരിബഡി. അപ്പോ നമുക്കൊരു AI കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിൽ നമുക്കൊരു പുതിയ കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് ഈ AI അപ്ഡേറ്റ്സ് നമുക്ക് അതിലേക്ക് കൊണ്ടുവരാം എന്നുള്ള രീതിക്ക് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ നമ്മളൊന്ന് അറിയിക്കാം. അപ്പോൾ അതോടൊപ്പം തന്നെ ഞാനൊരു ഫീഡ്ബാക്ക് ഫോം ഷെയർ ചെയ്യാം. നിങ്ങളുടെ ഒരു ഗ്രേറ്റ് ഫീഡ്ബാക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇനി എന്തെങ്കിലും സെഷനോ കാര്യങ്ങളോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ആ ഒരു ഫീഡ്ബാക്കിലേക്ക് നമ്മളെ അറിയിക്കാം. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ആയിട്ട് ഇനി എന്തെങ്കിലും കൺസൾട്ടിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലും നിങ്ങളുടെ പ്ലാനിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് റീച്ച് ഔട്ട്, വി വിൽ ബി ഹിയർ. സോ ഇത് കൺക്ലൂഡ് ചെയ്യാന്നായിരിക്കും. നമുക്ക് ഇനി പറഞ്ഞില്ലല്ലോ. ഇല്ല. ഓക്കെ, താങ്ക് യു. Thank you all for your time. Thank you so much. Bye bye. അതുപോലെ ഈ സെഷന്റെ റെക്കോർഡിങ്സും ട്രാൻസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ സൂൺ ഷെയർ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.